അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ ഈശോയെ, ഈ പ്രാർത്ഥന ഒന്ന് കേട്ടിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി എന്തുമാത്രം ആൾക്കാരാണ് കൊതിച്ചിരിക്കണേ ഈശോയെ. അവരുടെ മനസ്സിലെ സങ്കടങ്ങളെ ഭാരങ്ങളെ ഞാനിപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷനെ കൂടെ ചേർത്ത് വെക്കുന്നു. കർത്താവെ, ആരെല്ലാം ഈ പ്രാർത്ഥന പത്തൂരം കൂടുന്നുണ്ടോ അവിടെയെല്ലാം ശിരസിൽ നീ ഇപ്പൊ കൈവെക്കണം. നിന്റെ തിരുമുറുവാർന്ന വലതുകരം വെക്കണം. ഈശോയെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുഴയുന്നവരുണ്ട്. അവർ ഇന്ന് 12 മണിക്ക് ഉച്ചക്ക് 12 മണിക്കുള്ളിൽ അടുത്ത 12 മണിക്കൂറിനുള്ളിൽ അവർക്ക് വ്യക്തവും ബോധ്യവുമാകുന്ന തീരുമാനം കിട്ടാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശിരസിനെ ഞാൻ ആശീർവദിക്കുന്നു. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത ദൈവമകനെ, ദൈവമകളെ, നീ ഇപ്പോഴും ആശീർവദിക്കപ്പെടുന്നു. നിന്റെ സങ്കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ കർത്താവ് സന്തോഷത്തോടെ
തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. ഈ ശുശ്രൂഷ പൊതുവെ ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവർക്കാണ് കൂടുതൽ ഉപകാരപ്രദമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള ടിപ്സുകൾ, സാങ്കല്പികമായിട്ടുള്ള സ്പെക്കുലേറ്റീവ് ടിപ്സ് അല്ല, മറിച്ച് ഓരോരോ സിറ്റുവേഷനിലെ ലൈഫ് സിറ്റുവേഷനിലെ സുവിശേഷ വിഹിതമായിട്ട് നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ, കൃപ നിലനിർത്തി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ. ഉദാഹരണത്തിന് ഇപ്പം സുവിശേഷ ഭാഗ്യങ്ങളില്ലേ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സുവിശേഷ ഭാഗ്യങ്ങളിലെ ആദ്യത്തെ ഭാഗ്യമാണ്. മത്തായിയുടെ സുവിശേഷം 5:3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് സിമ്പിളായിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു ശാരീരികമായ ഫിസിക്കൽ റിച്ച്നെസ് ഉണ്ട്, സ്പിരിച്വൽ റിച്ച്നെസ് ഉണ്ട്. ഈ ഫിസിക്കൽ റിച്ച്നെസ്, ശാരീരികമായ ഭൗതികമായ സ്വത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആത്മീയമായ സ്വത്തും ആത്മീയമായ പോവർട്ടിയും മനസ്സിലാകത്തുള്ളൂ. അപ്പം ഭൗതികമായ സ്വത്ത് എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, ആഹാരം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, വ്യായാമം ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക മേഖല, അതിൻ്റെ പോലെ വരുന്ന തൊഴിലും വരുമാന മാർഗങ്ങളെല്ലാം അങ്ങനെ വരും. ഇതാണ് ശരീരത്തിൻ്റെ ഒരു ഭൗതികമായ ഒരു സ്വത്തെന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ ഭൗതിക ദാരിദ്ര്യമായി. ഇതുപോലെ ആത്മാവിൻ്റെ സ്വത്തുണ്ട്, അതില്ലെങ്കിൽ ആധ്യാത്മിക ദാരിദ്ര്യം ഉണ്ടാകും. ആത്മീയ ദാരിദ്ര്യം. ആത്മാവിൻ്റെ സ്വത്ത് എന്താ? ആത്മാവിൻ്റെ സ്വത്ത് ദൈവം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിൻ്റെ സ്വത്ത് കൃപയാണ്. സുവിശേഷ ഭാഷയിൽ പറഞ്ഞാൽ കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗലാത്യർ 5:6-19 അനുസരിച്ച് പറഞ്ഞാൽ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകട്ടെ. കൃപയെ ആർജിക്കുന്നതനുസരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സംവേദനക്ഷമതയും അറിയാനുള്ള കൃപയും അറിയാനുള്ള സാധ്യതയും കൂടുതൽ കൂടുതൽ ഉയരും. അതാണ് ഈശോ പറഞ്ഞത്, നിത്യജീവൻ വരെ അങ്ങോട്ട് വരും. എന്നുവെച്ചാൽ ഏകസത്യമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവൻ. ഇപ്പം യേശുവിനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് നോളജ് ഉണ്ട്, ഹൈസ്കൂൾ നോളജ് ഉണ്ട്, ഒരു ഡിഗ്രി നോളജ് ഉണ്ട്, ഗ്രാജുവേഷൻ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡിലാണ് നമ്മൾ യേശുവിനെ അറിയണത്. ഈ അറിവെല്ലാം അറിയണത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറിവ് വരണത്. ജീവിതത്തിൽ വ്യത്യസ്തമായ സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ സുവിശേഷ വിഹിതമായ ഒരു നിലപാടെടുക്കും. അതുകൊണ്ട് ഈശോ അതിനെല്ലാം കൂടി പറഞ്ഞെന്തറിയാവുക, എന്നെ പ്രതി. അതാണ് സംഭവം. ഇപ്പം മനസ്സിൽ കിട്ടിയ ഞാൻ പറഞ്ഞ എല്ലാം കൊണ്ടൊന്നും അവസാനിക്കേണ്ടത്, എന്നെ പ്രതി. നിങ്ങൾക്ക് എന്ത് സുവിശേഷ ഭാഗ്യവും സുവിശേഷ കൃപയും ആർജിക്കാം. അതെല്ലാം സുവിശേഷ ഭാഗ്യമാകണത് എങ്ങനെയാണ്? ആ മത്തായിയുടെ സുവിശേഷം 5:3 കൺക്ലൂഷനിലേക്ക് പറയുന്നതാണ് എൻ്റെ കീ എന്ന് പറയുന്നത്. എന്താണത്? വായിച്ചേ. മത്തായി 5:11. ഇനി നമ്മൾ എടുക്കണം എല്ലാ ദിവസവും ഈ 5:11 ആവർത്തിക്കും. എന്നെ പ്രതി, ഈശ്വരനെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദോല്ലസിൽ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും, ഇല്ലേ? അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്താ? 5:3 എടുത്തേ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിന്റെ സ്വത്ത് എന്താണ്? ഈശോയാണ്. അതാണ് പിടിയുടെ ആത്മാവിന്റെ സ്വത്ത്. ഒരാൾക്ക് ഈശോ വിഹിതമായിട്ട് അവനെടുക്കുന്ന സമീപനങ്ങൾ, നിലപാടുകൾ, അതിന്റെ ടോട്ടാലിറ്റി വരുന്ന സാക്ഷ്യ ജീവിതം, അതാണ് ആത്മാവിന്റെ സ്വത്ത് നമുക്ക് നൽകുന്ന സമൃദ്ധിയും അഭിവൃദ്ധിയും എന്ന് പറയുന്നത്. ആത്മാവിൽ അഭിവൃദ്ധിപ്പെടുക എന്ന് വെച്ചാൽ ഈശോയുടെ അറിവിലും സാക്ഷ്യത്തിലും അഭിവൃദ്ധിപ്പെടുകയാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈശോ എന്നെ പ്രതി എന്ന് പറയുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
കർത്താവായ ദൈവമേ, എൻ്റെ ആത്മീയ ദാരിദ്ര്യത്തിന് മാറ്റുന്നതിന് എന്നെ സഹായിക്കുന്നത് ഈശോയെക്കുറിച്ചുള്ള അറിവും അനുഭവവും സാക്ഷി ജീവിതവും അതനുസരിച്ചുകൊണ്ട് എന്നെ നീ ഉയർത്തണമേ, വളർത്തണമേ. നിന്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു സാക്ഷി ജീവിതത്തിനായി എന്നെ സഹായിക്കുകയും നിത്യതയിലേക്ക് കണ്ണു നട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്കിടവരട്ടെ. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യമായിട്ട് ഞാൻ എൻ്റെ മാതാവിനോടും ഈശോയോടും 1000 നന്ദി പറയുവാണ്. എൻ്റെ വീട് പരിമലയാണ്, പേര് ബിന്ദു. എനിക്ക് ആദ്യം എൻ്റെ കിടപ്പാടത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് 3 മക്കളാണ്. അവരുടെ അച്ഛൻ മരിച്ചിട്ട് 11 വർഷമായി. അതിനുശേഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തി. ഒരുപാട് ദുരന്തത്തിലൂടെയൊക്കെ ഒരുപാട് കഴിഞ്ഞു. പല സ്ഥലം വഴിയും ഞാൻ എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി പല ആൾക്കാരോടും സഹായം ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ച്. മൂത്ത മോള് BSc നഴ്സിംഗ് പഠിക്കുന്നു, 4th ഇയറായി. ഇളയ മക്കൾ ടിൻസാണ്. അവർ +2 കഴിഞ്ഞു. BSc നഴ്സിങ്ങിന് മോള് പോകാൻ അഡ്മിഷൻ എടുത്തു. ഇപ്പോൾ 1 മാസമായി ബാംഗ്ലൂർ പഠിക്കാൻ പോയി. മോന് പോകാനായിട്ടുള്ള ഇതൊന്നും ആയില്ല. അവന് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ എനിക്ക് അവനെ കൂടി വിടാനുള്ള നിവൃത്തിയില്ല. അവൻ മാർച്ചിലേക്ക് എന്തിനേലും വിടാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ ഉടമ്പടി എടുക്കാൻ സാധിച്ചത്, ഞാൻ ഒരു ജോലിയിലേക്ക് പോകുന്ന വഴി തന്നെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അവരെനിക്ക് ഫോൺ നമ്പർ തന്നു. എൻ്റെ പ്രയാസങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഞാൻ അവരോട് പങ്കുവെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി പുസ്തകം നീ കൈവച്ച് രാവിലെയും വൈകിട്ടും ഈ വിശ്വാസ പ്രമാണം നീ വായിക്കണം. വായിച്ചു കഴിഞ്ഞതിന് ശേഷം മാതാവിന് നീ വിശ്വാസമായുവെങ്കിൽ നീ പോയി എത്രയും പെട്ടെന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അവർ പറഞ്ഞതിനെ അനുസരിച്ച് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാനൊരു കടമുറിയിലായിരുന്നു ഞാനും എൻ്റെ 3 മക്കളും ആദ്യം താമസിച്ചിരുന്നത്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ വന്ന് 6-7 മാസം അവിടെ താമസിച്ചു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 3-4 പ്രാവശ്യം വന്നു. മാതാവിനെ പ്രാർത്ഥിച്ചു, ഈശോ അപ്പച്ചനോടും പ്രാർത്ഥിച്ചു, എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്ക് ഉടമ്പടി പുസ്തകം തന്നവരെ ഞാൻ ഫോൺ വിളിക്കുകയും അവരോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ എത്രയും പെട്ടെന്ന് പോയി ഉടമ്പടി എടുക്കെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അവരിലൂടെ തന്നെ എനിക്കൊരു നല്ല വീട്, വാടക വീടാണെങ്കിലും 7000 രൂപ വാടകയ്ക്ക് വരുന്ന ഒരു വീട് എനിക്ക് എടുത്തു തന്നു. ഇപ്പോൾ ഞാനും എൻ്റെ മക്കളും അതിൽ ഒരുവിധം സുഖമായിട്ട് തന്നെ താമസിക്കുന്നു. മക്കളും ഞങ്ങളും അതിലേറെ സന്തോഷത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് 1 മാസമായി എൻ്റെ ബ്രസ്റ്റിനും എൻ്റെ ഈ ഇടത്തെ കൈക്കും നല്ലൊരു വേദന വന്നു. വേദന വന്നപ്പോൾ ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി എൻ്റെ കൈയുടെയും ബ്രസ്റ്റിൻ്റെയും വേദനയും കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അൾട്രാസൗണ്ട് സ്കാനിങ്ങും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനതൊക്കെ ചെയ്തിട്ടും എനിക്ക് യാതൊരു ഇതും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മാതാവിനെ ഞാൻ പ്രാർത്ഥിച്ച് രാവിലെയും വൈകിട്ടും തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മാതാവ് വന്ന് പറഞ്ഞു തന്നു, നീ വിഷമിക്കേണ്ട, നീ ആ തൈലം 2 ബ്രസ്റ്റിലും പുരട്ടി കയ്യിലും പുരട്ടി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. ഒരാഴ്ച ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ബ്രസ്റ്റിൻ്റെ വേദനയും കൈയുടെ വേദനയും ഒരുപാട് മാറിക്കിട്ടി. അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, കഴിഞ്ഞ ഒരാഴ്ചയിലായിരുന്നു, ഇന്ന് ശനിയാഴ്ച തന്നെ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് അവധി പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറയാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിൻ്റെ വരിയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോളാണ് എൻ്റെ അരിയിൽ നിൽക്കുന്നത്. ബാക്കി 2 പേർക്ക് ബാംഗ്ലൂർ പഠിക്കാൻ പോകേണ്ടതുകൊണ്ട് അവർക്ക് അവധി കിട്ടത്തില്ല. അതുകൊണ്ട് മൂത്ത മോളുടെ കാര്യം പറയാൻ ഞാൻ മോളെയും കൊണ്ടുവന്നിട്ടുണ്ട്.
എനിക്ക് മോളുടെ കാര്യം പറയാനുള്ളത്, എന്നെ മാതാവ് സഹായിച്ചെന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞപ്പം തൊട്ട് അവളുടെ കണ്ണിന് രണ്ടിനും വേദനയായിരുന്നു. ആ വേദനയിലൂടെ അവളെ ഞാൻ കുഴപ്പമില്ല, അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഈ കണ്ണിൻ്റെ കാര്യം സാധിക്കത്തില്ല, നിങ്ങളെ എറണാകുളത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കാണിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ കണ്ണിൻ്റെ കാര്യങ്ങൾ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് കണ്ണിൻ്റെ കാര്യത്തിന് എറണാകുളം ഗിരിധർ എന്ന ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കണ്ണിന് ഇനി ഒന്നും ചെയ്താലും മാറത്തില്ല, 2 കണ്ണിനും ഈ അസുഖം ബാധിച്ചേക്കുവാണ്, കാഴ്ച കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. അത് തന്നെയുമല്ല, ഒരു കണ്ണ് നിങ്ങൾ വേണമെങ്കിൽ 2 കണ്ണും സർജറി ചെയ്തോ, എന്നാലും മാറുമെന്ന് ഡോക്ടർക്ക് ഒരു ഇതുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കണ്ണിന് 25,000 രൂപ ആണെന്ന് പറഞ്ഞു, 2 കണ്ണിനും കൂടെ 50,000 രൂപ ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആദ്യം എനിക്ക് ഉടമ്പടി പുസ്തകം തന്നവരോട് ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ അതിനുള്ള പൈസ തരാം, നിങ്ങൾ സർജറി ചെയ്തോ എന്ന് പറഞ്ഞ് എനിക്ക് അവർ വന്ന് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ വന്ന് എനിക്ക് സർജറി ചെയ്യാനുള്ള പൈസയും ഒക്കെ തന്നു. എൻ്റെ മോള് പറയും. ഈശോപ്പച്ചനോടും അമ്മ മാതാവിനോടും 1000 നന്ദി. എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടത്തില്ല എന്ന് പറഞ്ഞിടത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഇപ്പം 1 വർഷമായി എൻ്റെ കണ്ണിന് സർജറി കഴിഞ്ഞതിന് ശേഷം. അതുവരെയും ഇപ്പം ചെയ്തിട്ട് 1 വർഷമായിട്ടും എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ കണ്ണിന് ഇല്ലായിരുന്ന ആ ഒരിടത്തുനിന്ന് ഇപ്പം എൻ്റെ കാഴ്ച ഒന്നും കൂടെ കാഴ്ച കൂടി ഇപ്പം എൻ്റെ കണ്ണിൻ്റെ വിഷൻ സ്റ്റേബിളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ തൈലം കണ്ണിൽ തേക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മാതാവ് ഇത്രയും ചെയ്തു തന്നപ്പോൾ എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. എനിക്ക് ഇങ്ങനെ കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യാനും കൊണ്ട് കൊടുക്കാനും എനിക്ക് ആരെങ്കിലുമൊക്കെ തന്നാണ് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കുറേയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പലരോടും പോയി ആവശ്യപ്പെടും, എനിക്കെൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടാണ്, എനിക്കിന്ന് വീട്ടിൽ ചോറ് വയ്ക്കാനും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും എനിക്ക് യാതൊരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞാൽ മാതാവിനെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് ആരെങ്കിലും ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിലെ ആഹാര സാധനങ്ങൾ മേടിച്ച് തരാൻ ആരെങ്കിലും ഒരാൾ ഇന്ന് തുനിഞ്ഞിറങ്ങണേ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ അന്നേരം തന്നെ പറയും, ബിന്ദു കടയിലോട്ട് പോരെ, ഞാൻ സാധനം വാങ്ങിച്ച് തരാം. പക്ഷേ മാതാവിനെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ലൊരു ഉയർച്ചയാണ് മാതാവ് എനിക്ക് ഈ നേരം വരെ തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്നതിലുള്ള ശമ്പളത്തിൽ നിന്ന് ഞാൻ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികൾക്ക് അവർക്ക് കൊണ്ട് ഉച്ചഭക്ഷണം ഞാൻ കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് മാതാവിൻ്റെ പത്രം ഞാൻ എന്നിവിടെ വരാൻ തുടങ്ങി അന്ന് മുതൽ മേടിച്ചു കൊണ്ടുപോയി. കുറച്ച് പേരൊക്കെ പറയും വേണ്ട എന്ന് പറഞ്ഞാലും ഞാനതിനെ ഒന്നും അവരോട് പറയാതെ തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് നേഴ്സിംഗ് കോളേജിലെ സ്റ്റുഡൻസിനൊക്കെ കൊണ്ട് കൊടുക്കും. ഞാൻ ആദ്യം അവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്, അന്നേരം ആ സമയത്ത് അങ്ങനെ കൊണ്ട് കൊടുക്കും. ഇപ്പോഴും ഞാൻ മിൽമായിൽ ആണ് വർക്ക് ചെയ്യുന്നത്, അവിടെയും എല്ലാവർക്കും കൊണ്ട് കൊടുക്കും ഇത്. അതുപോലെ തന്നെയുള്ള കാരുണ്യ പ്രവൃത്തികൾക്കും വഴിയിലരിയിലിരിക്കുന്ന ഭിക്ഷക്കാർക്കും ഞാൻ എൻ്റെ കയ്യിൽ 20 രൂപയെ ഉള്ളയിലും 10 രൂപ ഞാൻ അവരുടെ കൈ കൊടുക്കും. എന്നാൽ എനിക്ക് മാതാവ് പിറ്റേ ദിവസം തന്നെ അതിനിരട്ടിച്ച് ലക്ഷങ്ങളും കോടികളും ഒന്നും തന്നില്ലേലും അതിനിരട്ടിച്ച് എനിക്ക് തരും. ആരെങ്കിലും ഏതെങ്കിലും വഴിയിലൂടെ ഇന്നാ മോളെ നിൻ്റെ മക്കൾക്കും പിള്ളേർക്കും ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് തരും. അങ്ങനെയൊക്കെ എനിക്ക് മാതാവിനെ എനിക്ക് ഒരുപാട്, അതുപോലെ തന്നെ എൻ്റെ പെറ്റമ്മയെ പോലെയാണ് ഞാൻ മാതാവിനെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോഴേ പറയാറുള്ളത്, മാതാവേ എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ എന്നെ സഹായിച്ച എല്ലാവർക്കും, എന്നെ ഇത്ര ഉയർത്തിയവർക്കും നല്ലത് മാത്രമേ വരുത്താവുള്ളൂ, ഒന്നും വരുത്തരുത് എന്നാണ് ഞാൻ പറയാറുള്ളത്. എന്നോട് ആരെന്ത് പറഞ്ഞാലും തിരിച്ചവർക്ക് നല്ലത് വരണമെന്ന് മാത്രം പറയുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവർ ഞാൻ മാതാവിൻ്റെ വിശ്വാസത്തിൽ എന്നായി അന്ന് മുതൽ ഞാൻ അവരോട് പോയി പറയും, നിങ്ങൾ അവരുടെ വിഷമങ്ങൾ എന്നോട് പങ്കുവയ്ക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, മാതാവിൻ്റെ അടുത്ത് ആലപ്പുഴ നിങ്ങൾക്കൊന്നും വഴി അറിയാനില്ല, നിങ്ങൾ പറയുന്ന ഈ വണ്ടിയിൽ കയറി ഇന്ന സ്ഥലത്ത് ചെല്ലുക എന്ന് പറഞ്ഞ് എൻ്റെ ഇതിൽ തന്നെ 5 പേരെയോളം ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവരെന്നോട് പറഞ്ഞു, നീ കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയാണെന്ന് അവരിപ്പോഴും എന്നോട് പറയാറുണ്ട്. അവരിപ്പോഴും ഇവിടെ വരുന്നതുമുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഈ കാര്യത്തിൽ ഇത്രയും ഒരു ഇത് എനിക്ക് തരുന്നത് അമ്മ മാതാവും ഈശോയും ആണ്. ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എനിക്ക് എൻ്റെ അമ്മ മാതാവ് ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ പുണ്യഭൂമിയിൽ വന്നിരിക്കുന്നത്. ഞാൻ 2023 വിദേശത്ത് ജോലിക്കായി പോയി UK.
ഏജൻറ്റ് വഴിയാണ് ഞാൻ പോയത്. 10-17 ലക്ഷം രൂപയോളം മുടക്കി എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ പോണ പോലെ ഞാനും എൻ്റെ കുടുംബം രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിൽ ഞാൻ വിദേശത്ത് പോയി. അവിടെ ചെന്ന് അവിടെ ഒരു ഇൻ്റർവ്യൂ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടാണ് എനിക്ക് ആ ജോലി ലഭിക്കുന്നത്. അത് ഞാൻ സാക്ഷി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഒരു 2 മാസമൊക്കെ ആയപ്പോൾ തന്നേക്കും അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് കാർ ഓടിക്കണം, കാർ ഓടിച്ചാലേ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോണേക്ക് മുമ്പ് ജസ്റ്റ് ലൈസൻസ് എടുത്ത് മാത്രമേ എനിക്കറിയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് കാറിൻ്റെ ഒന്നും ഇവിടെ ഓടിച്ചൊരു ശീലം ഒന്നുമില്ല. എനിക്ക് തന്നെ ആകെ പേടിയായി. കാർ ഓടിക്കാൻ ഇവിടത്തെ പോലെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് റൂൾസൊക്കെ വേറെയാണ്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എനിക്ക് കാറ് എന്താണെന്നോ എനിക്ക് ക്ലച്ചും ഗിയറൊക്കെ തന്നെ എന്താണെന്നോ എനിക്ക് ശരിക്കും അറിയാൻ പാടില്ല. അന്നേരം പഠിച്ച് വേഗം ഒപ്പിച്ചെന്നല്ലാണ്ട്. അപ്പോഴെൻ്റെ കൂടെ ഉണ്ടായത് ഈ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ലോക്കറ്റ് അന്നും ഇന്നും 2019 തുടങ്ങി ഇന്ന് ഞാൻ ഈ ജീവനോടെ ഇവിടെ നിൽക്കണ ഈ നിമിഷം വരെ എൻ്റെ കഴുത്തിൽ നിന്ന് ഞാൻ ഈ ലോക്കറ്റ് മാറ്റിയിട്ടില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ ഒറ്റൊരു അനുഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു കാര്യങ്ങളും എനിക്കറിയാൻ പാടില്ല. നമ്മളുടെ ഇവിടുത്തെ പോലത്തെ ഒരു കാര്യങ്ങളല്ല അവിടെ. പക്ഷെ എന്നാലും മാതാവിൻ്റെ കാശ് രൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും, മാതാവ് എന്നെ സഹായിക്കാൻ ആരുമില്ല, നീ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം, നീ തന്നെ എൻ്റെ കൂടെ നിന്ന് എനിക്കെല്ലാം ചെയ്തു തരണം എന്ന് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കാർ ഒരെണ്ണം എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു ചേട്ടനായിട്ട് പോയി കാർ ഒരെണ്ണം എനിക്ക് കിട്ടി. പക്ഷേ അതിനി ഓടിക്കാൻ അറിയണമല്ലോ, എന്നാലല്ലേ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റൂ. ജോലി ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് വാടക കൊടുക്കണം, എൻ്റേതായിട്ടുള്ള ചിലവ്, നാട്ടിൽ എനിക്ക് എൻ്റെ കടങ്ങൾ തീർക്കാനാണെങ്കിലൊക്കെ നമുക്കത് ആവശ്യമാണ്. അപ്പോഴും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വെളുപ്പിനെ ട്രെയിനൊക്കെ കയറി 6 മണി 5:30 കഴിഞ്ഞിട്ട് ട്രെയിൻ കയറിയിട്ടാണ് ഞാൻ ജോലിക്ക് പോണത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും പറയും, എന്നെ മേരി അങ്ങനെ കാർ എടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നീ ഒരിക്കലും എടുക്കില്ല, അത് പയ്യെ എടുക്ക്, എന്നാലേ ആ പേടി മാറി ഓടിച്ച് തുടങ്ങുള്ളൂ, ലൈസൻസ് ഉള്ളതല്ലേ എന്തായാലും എന്ന് പറയും. അങ്ങനെ അവരങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്തോ കാർ എടുക്കാൻ തോന്നുന്നില്ല, എന്തോ ഒരു ഭയം. കാര്യം അവിടുത്തെ ആൾക്കാർ ഓടിക്കണേ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ്, നമ്മളുടെ ഇവിടുത്തെ പോലെ അല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് തോന്നി, എൻ്റെ കൂടെയുള്ള ഒരു കൊച്ചിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാവോ ഫ്രണ്ട് സീറ്റിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ പയ്യെ ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിനെന്താ, എനിക്കിന്ന് ഓഫാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരാം, നീ അന്ന് ഓടിച്ച് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഈ കാശുരൂപവും അമ്മ മാതാവിൻ്റെ ഉപ്പും ഞാൻ എടുത്ത എൻ്റെ സീറ്റിൻ്റെ അടിയിലത്തെ ഈ പോക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഈ കയ്യിൽ കിടക്കണ ഈ കൊന്തയും വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. ഇത് 3ഉമാണ് എൻ്റെ കയ്യിലുള്ള ആകെ ഒരു ബലം. ഞാൻ എങ്ങനെയോ കാറെടുത്ത് എങ്ങനെയൊക്കെയോ ഞാൻ ഓടിച്ച് തുടങ്ങി. അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാൻ അവിടെ ആ രാജ്യത്ത് ഒരു ബുദ്ധിമുട്ടും ഒരു വണ്ടിയിൽ പോയി ഇടിക്കുക ഒന്നും ഇല്ലാണ്ട് എൻ്റെ മാതാവ് എന്നെ അതുവരെ സംരക്ഷിച്ച്. അപ്പോൾ കാറിൻ്റെ കാര്യം എനിക്ക് അങ്ങനെ മാതാവ് അതവിടെ നല്ല രീതിയിലാക്കി തന്ന്. പിന്നെ എൻ്റെ ജോലി മേഖലയിലാണെങ്കിലും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണെങ്കിലും അവർ ജോലിക്ക് വിളിക്കാനുള്ള 1 മാസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്ത് എന്നെ ജോലിക്ക് വിളിച്ച് ഞാനിതുപോലെ തന്നെ കാറായിട്ട് പയ്യെ കൊന്തയും വിശ്വാസ പ്രമാണവും അമ്മ മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകണം. അപ്പോൾ പോയി കഴിയുമ്പോൾ എൻ്റെ കൂടെയുള്ള ഓരോരുത്തർക്കും ജോലിക്ക് കയറാണ്ട് തന്നെ കമ്പനിയിൽ നിന്ന് അവരെ ടെർമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞ മെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അത് ഫേക്കായിട്ടുള്ളൊരു കമ്പനി ആയിരുന്നു. നമുക്ക് ജോലി നഷ്ടപ്പെട്ടു പോകും, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് ഞാൻ പറയും, മോനെ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പറയണം. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്ക്, മാതാവല്ലേ നമ്മുടെ കൂടെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി മാതാവ് കാണിച്ചു തരാണ്ടിരിക്കില്ല, ഇങ്ങാണ്ട് നാട്ടിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനായിട്ടാണെന്ന് പുള്ളി ഇങ്ങനെ പറയും എൻ്റെ അടുത്ത്. അപ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ബൈബിളും ഇതൊക്കെ ഞാൻ മുടങ്ങാണ്ട് പ്രതീക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഞാൻ ചൊല്ലും, അമ്മ മാതാവിൻ്റെ തിരി കത്തിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ള എല്ലാവരുടെയും ജോലി പോയി എല്ലാവരും റൂമിൽ തന്നെയായി. പക്ഷേ എൻ്റെ ജോലി പോണില്ല, പക്ഷേ എനിക്ക് ടെർമിനേഷൻ ലെറ്ററും വരണില്ല. പക്ഷേ എനിക്ക് മെയിൽ വരണത്, മേരി വേറെ ജോലി നോക്കണം, നിൻ്റെ ഫാമിലിനെ കൊണ്ടുവന്നാൽ നിനക്ക് ഈ ജോലി ഇല്ലാണ്ട് ഇവിടെ പറ്റൂല, അപ്പം നീ വേറെ ജോലി അന്വേഷിച്ചോ. എനിക്ക് അങ്ങനെയാണ് മെയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്നാ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടണമെന്നില്ല, പക്ഷെ അവിടുത്തെ
MD ഭയങ്കര പോസിറ്റീവായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച അതൊക്കെ മാതാവിൻ്റെ ഒറ്റൊരു അനുഗ്രഹം കൊണ്ടിട്ടാണ്, അല്ലാണ്ട് എൻ്റെ ഒരു കഴിവൊന്നും അവിടെ ഇല്ല. അപ്പോഴും എനിക്ക് തന്നെ ഒരു അത്ഭുതം. അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും പറയും, എല്ലാവർക്കും ടെർമിനേറ്റർ ലെറ്റർ വന്നു, മേരിക്ക് മാത്രം എന്താ വരാത്തത്, മേരിക്ക് മാത്രം വന്നില്ലല്ലോ, അത് നല്ല കാര്യം. അപ്പോൾ അവർക്കും വിശ്വാസമായി മാതാവിനോട്. അപ്പോൾ അവർക്കും ഞാൻ ഈ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുക്കും, അവരും ചൊല്ലും. അങ്ങനെ നിന്ന് ഒരു ദിവസം ഞാൻ അവിടെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പം ജോണി എന്ന് പറഞ്ഞൊരു ചേട്ടൻ, ആ ചേട്ടനെ എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ആ ചേട്ടന് എന്നെ അറിയാമായിരുന്നു. ആരൊക്കെയോ പറഞ്ഞിങ്ങനെ മേരി എന്ന് പറഞ്ഞൊരു കൊച്ച് ഇവിടെ ഉണ്ട്, ജോലിക്ക് എന്തോ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ആ കൊച്ചിന് വേറെ ആരും ഇല്ല, നമുക്ക് എങ്ങനെയെങ്കിലും ആ കൊച്ചിനൊന്ന് സഹായിക്കണമെന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എല്ലാവരും കൂടെ. പക്ഷേ ഞാനാണ് മേരിന്ന ഇങ്ങനെ കുറേ ആൾക്കാർ എനിക്കായിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന്, മാതാവ് ഒരുക്കിയിട്ടുണ്ടെന്നൊന്നും ഞാൻ അറിയണില്ല. അപ്പോഴും പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നേമേ എല്ലാവരും കുടുംബമായിട്ട് ഇവിടെ വന്ന് കുർബാന കൂടണം, എൻ്റെ മക്കൾ എൻ്റെ ജീവിത പങ്കാളി അവിടെ, ഞാനിവിടെ ഒറ്റയ്ക്ക്, എനിക്കിതുപോലെ എൻ്റെ മക്കളും എൻ്റെ ജീവിത പങ്കാളിയായിട്ട് വന്ന് ഈ അൾത്താരയിൽ കുർബാന കൂടാനുള്ള ഒരു ഭാഗ്യം എൻ്റെ മാതാവ് എനിക്ക് ഒരുക്കി തരണം, എങ്ങനെയെങ്കിലും എൻ്റെ മക്കളെയും കുടുംബത്തെ എനിക്കിവിടെ കൊണ്ടുവരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജോലിയുടെ ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ആയപ്പം ഈ ചേട്ടൻ എൻ്റെ മുമ്പിൽ തന്നെയാണ്. കുർബാന കഴിഞ്ഞ് ഞാൻ അവിടെ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, ആ സ്റ്റാച്ചുവിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിക്കണമൊന്നുമില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കരഞ്ഞുപോയി. അപ്പം ഞാൻ അതും കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ ചേട്ടൻ എന്നെ പുറകേന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, മേരി ആണോ ഇതെന്ന് ചോദിച്ചു. ഞാൻ അതേ ചേട്ടാ, ഞങ്ങൾ മേരി ഏതാണെന്ന് തപ്പി നടക്കണമായിരുന്നു, ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, മേരി എന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ വന്നിട്ട് കഷ്ടപ്പാട് ഭയങ്കര, അതിന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കണു, അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ജോണി ചേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടണമല്ല, ദൈവം മനുഷ്യരുടെ രൂപത്തിലും പല രൂപത്തിലും നമ്മളെ സഹായിക്കാനായിട്ട് ദൂതന്മാരെ അഴക്കും എന്ന് പറഞ്ഞതിൽ സത്യമായിട്ടുള്ളൊരു അനുഭവം ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ്. ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. ആ ചേട്ടൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ വൈഫ് അവിടെ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, അവിടെ വല്ല വേക്കൻസി ഉണ്ടാകുമെന്ന് നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് ചെയ്യാം, നീ വിഷമിക്കേണ്ട. അപ്പോൾ എൻ്റെ അവസ്ഥകളെല്ലാം, ഞങ്ങൾക്ക് ഇവിടെ ഒരു വീടുണ്ടായതാണ്, 2 വർഷം ഞങ്ങൾ താമസിച്ചുള്ളൂ, ആ വീട് വിറ്റ് എൻ്റെ ഹസ്ബൻഡിന് കൊറോണ വന്നപ്പോൾ ബിസിനസ്സൊക്കെ ആകെ പൊളിഞ്ഞ് ഞങ്ങൾക്ക് ലോൺ അടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയൊക്കെ ആകെ ഗതികെട്ട് ഇവിടെ നിന്നാൽ എൻ്റെ മക്കളാണെങ്കിൽ CBSE പഠിച്ചിട്ട് എൻ്റെ മക്കൾ പള്ളി സ്കൂളിലൊക്കെയാണ് പിന്നെ കൊണ്ടാക്കേണ്ടി വന്നത്, എൻ്റെ മോളെയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ പോയിട്ട് അപ്പോൾ ജോണിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ട വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും, നീ പ്രാർത്ഥിക്കണല്ലേ മാതാവിനോട് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ജോണിച്ചേട്ടൻ ആ കൊച്ചിനെ വിളിച്ച് പള്ളിയിലെ കുർബാന പിന്നത്തെ ആഴ്ച കുർബാന കഴിഞ്ഞപ്പോൾ ആ ചേച്ചിനെ കണ്ടപ്പം ചോദിച്ച് അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, വേക്കൻസി 2 പേര് ഡെലിവറിക്ക് പോകാൻ നിൽപ്പുണ്ട്, അപ്പോൾ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കാൻ പറ ആ കൊച്ചിനോട്, കിട്ടണമെങ്കിൽ ഭാഗ്യമായി എന്ന് പറഞ്ഞു. അങ്ങനെ ജോണിച്ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞ്, എൻ്റെ രക്തബന്ധമല്ല ഒന്നുമല്ല, പക്ഷേ ആ ചേട്ടൻ എൻ്റെ അപ്പനെ പോലെയോ ചേട്ടനെ പോലെയോ എന്നെ കൂടെ കൊണ്ടുപോകണേണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ആ ചേട്ടൻ ടാക്സി ഓടിക്കണം അവിടെ, കുടുംബമായിട്ട് 23 വർഷമായിട്ട് UK ജീവിക്കണ ഒരു ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ ഞാൻ നിൻ്റെ കൂടെ വരാം, നാളെ നിനക്ക് ഓഫാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നാളെ ഓഫാണ്, പോവണ്ട, എങ്കിൽ നമുക്ക് രാവിലെ തന്നെ പോയിട്ട് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കാം, നീ കൊടുക്കുക അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആ ചേട്ടൻ ചേട്ടൻ്റെ വണ്ടിയിലാണ് എന്നെ കൊണ്ടുപോകണം. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മേരി ഇപ്പോൾ പൊക്കോ, ഇന്നിപ്പോൾ തിങ്കളാഴ്ച മൺഡേ ആയതുകൊണ്ടിട്ട് ബിസിയാണ്, അപ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ഷെഡ്യൂൾ ഇട്ടിട്ട് മെയിൽ ചെയ്യാം, അന്നേരത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഓക്കേയും പറഞ്ഞ് ഞാൻ പോന്നു. അപ്പോഴൊക്കെ എൻ്റെ ഈ കഴുത്തിൽ ഈ കൊന്തയും ഈ മാതാവിൻ്റെ കാശുരൂപം അല്ലാണ്ട് ഈ കൊന്തയും കഴുത്തിൽ കിടണ കൊന്തയും അതല്ലാണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല. എൻ്റെ കൂടെ ആരോ ഉണ്ട്. ഞാൻ പോണ വഴികളൊക്കെ എനിക്കിങ്ങനെ തുറന്നു കിട്ടണം. എനിക്കതാണ് മഹാത്ഭുതം. കാര്യം വേറെ ഒരു മനുഷ്യരും നമ്മളെ സഹായിക്കണില്ല, മാതാവ് ഇങ്ങനെ കൊണ്ടുകൊണ്ട് നടക്കണ പോലെയാണ് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടാവണം. അങ്ങനെ എനിക്ക് 3-ാമത്തെ ദിവസം മെയിൽ പറഞ്ഞാണ്, മേരിക്ക് ഇന്ന ഡേറ്റിന് ഇൻ്റർവ്യൂവിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് മെയിൽ അയച്ച്, ഞാൻ വന്നേക്കാം, 10 മണിക്ക് വരണം,
അവിടെ എന്നൊക്കെ പറഞ്ഞാൽ 10 മണി എന്ന് പറഞ്ഞാൽ 10-5 മിനിറ്റോളപ്പം നമ്മളവിടെ പ്രസൻ്റ് ആയിരിക്കണം. ഇവിടത്തെ പോലെ നമുക്കൊരു ഇത്തിരി വൈകി കഴിഞ്ഞാലൊന്നും നമ്മളെ കയറ്റൂല. ഞാൻ അങ്ങനെ ആ ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് വിഷമിക്കേണ്ട, എനിക്ക് നാളെ ഓട്ടം കഴിഞ്ഞിട്ട് റെഡിയായി നിന്നോ, നമുക്ക് ഒരുമിച്ച് പോകാം, നീ എന്നിട്ട് അകത്ത് കയറി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഇന്ന് ഇൻ്റർവ്യൂവിന് പോണേ, എനിക്ക് എൻ്റെ കുടുംബത്തിന് ഇവിടെ കൊണ്ടുവരണം, ഞങ്ങളുടെ കടങ്ങളെല്ലാം തീർത്ത് ഒരു സമാധാനമായിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക്, എനിക്ക് എൻ്റെ ജീവിത പങ്കാളി മക്കളും കൂടെ ഉണ്ടാവണം, അതിനെനിക്കിത് കിട്ടിയേ പറ്റൂ. ഞാൻ അങ്ങനെ മാതാവിൻ്റെ ഇതുപോലെ തന്നെ ഈ ഉപ്പും ഈ കാശ് രൂപവും മാതാവിൻ്റെ ഈ ഉടമ്പടി ബുക്കും ഞാൻ എടുത്ത് എപ്പോഴും കാറിലെടുത്തിടും. ഉടമ്പടി ബുക്കും കാറിലെടുത്തിട്ടിട്ട് ഞാൻ ചേട്ടൻ്റെ കൂടെ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് ഞാൻ അവിടെ ചെല്ലണേ. അവിടെ ചെന്ന് അവരെനിക്ക് ഇൻ്റർവ്യൂ ചെയ്ത് അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് അമ്മ മാതാവിനെ ലേഡി ആണെങ്കിൽ മാതാവിനെ പോലത്തെ ഒരു സ്ത്രീ ആയിരിക്കണം എൻ്റെ ഫ്രണ്ടിലുണ്ടാവണം, അതല്ല ഇനി ആണാണെങ്കിൽ എൻ്റെ യേശുകുമാരനെ പോലത്തെ ഒരു എൻ്റെ ഈശോ അപ്പച്ചനെ പോലത്തെ ഒരാളായിരിക്കണം എൻ്റെ മുമ്പിലുണ്ടാവണം. എനിക്കാണെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മളുടെ ഇവിടുത്തെ പോലത്തെ ഇംഗ്ലീഷല്ല, അവിടുത്തെ ഇംഗ്ലീഷ് ഒരുപാട് വ്യത്യാസമുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അവിടെ ചെന്നിരുന്നിട്ട് ഞാനല്ല വേറെ ആരോ എൻ്റെ മാതാവ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണമല്ലോ, അവർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ അത് ഈ ഉടമ്പടി ലോക്കറ്റ് എൻ്റെ കഴുത്തിൽ കിടക്കണം, ഞാനിങ്ങനെ പറയണേ, എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഞാൻ എന്തുട്ടൊക്കെയാൻ പറയണേന്ന്. പക്ഷെ അവർ ചോദിക്കണതിനൊക്കെ ഇങ്ങനെ മണിമണി പോലെ ആൻസർ പറയണേ. അതെല്ലാം കഴിഞ്ഞ് അവർ അങ്ങാടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ അങ്ങാട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ, നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യുമോ എന്ന് ഞാൻ കരഞ്ഞു പോയി. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, നിനക്കെന്താ വിഷമം, നീ എന്താ കരയണം? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് വന്ന, എനിക്ക് പക്ഷേ അതിൽ ഒരു ശാശ്വതമല്ല, അവരിങ്ങനെ പറയണം എൻ്റെ അടുത്ത് ജോലി വേറെ അന്വേഷിക്കാൻ പറയണു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഏജൻറ്റ് ത്രൂ വന്ന എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ചിലതൊക്കെ ഫേക്കായിരിക്കും, നീ വിഷമിക്കേണ്ട, നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തേക്കണ്, നിനക്ക് അവിടെ ജോലി ഞങ്ങൾ തരാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല എനിക്ക് ആ ജോലി, കാര്യം എൻ്റെ കൂടെയുള്ള ഇപ്പോഴും ആദ്യത്തെ കമ്പനിയിൽ വന്ന ഒരുപാട് പേര് ഇപ്പോഴും ജോലി കിട്ടാണ്ട് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടി നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകേണ്ടി വന്നില്ല, ആകെ ഒറ്റൊരു സ്ഥലത്തെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തോളൂ. അമ്മ മാതാവ് എന്നെ ആ ഒരു സ്ഥലത്ത് തന്നെ എനിക്ക് ജോലിക്കായിട്ട് നിയോഗിച്ചെന്നെ. അത് കഴിഞ്ഞ് അവർ പറഞ്ഞ്, ഞങ്ങൾ COS തന്നോളാം, നിനക്ക് ഞങ്ങൾ വിസ തരാം. അങ്ങനെ എനിക്ക് 5 വർഷത്തെ വിസ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 പൈസ രണ്ടാമത് ചിലവില്ലാണ്ട്, അവിടെ 12-13 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഓരോരുത്തർ കയറണം. പക്ഷേ രണ്ടാമത് എനിക്ക് 10 പൈസ ചിലവില്ലാണ്ട് എനിക്ക് അവർ വിസ അടിച്ചു തന്ന് എൻ്റെ കുടുംബവും എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കളെ എനിക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റി. ഇന്ന് ഞങ്ങൾ കടങ്ങൾ ഒതുക്കിയെടുക്കാന്ന് വെച്ചാൽ കടങ്ങൾ ഒരുവിധമൊക്കെ വീട്ടിൽ പയ്യെ സമാധാനത്തോടെ ഞങ്ങളിവിടെ ജീവിക്കണം. അപ്പോൾ അന്ന് തുടങ്ങി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എന്ന് നാട്ടിൽ ഞാൻ വരണോ അന്ന് എനിക്ക് ഈ അൾത്താരയിൽ വന്ന് എനിക്ക് കിട്ടിയ അനുഭവം എല്ലാവരോടും പറയണം, എല്ലാവർക്കും അതൊരു പ്രചോദനം ആവണം. അമ്മ മാതാവ് നമ്മ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ ഉള്ളിൽ വെറുപ്പ് ഒന്നും ഇല്ലാണ്ട് നമ്മ വിശ്വസിച്ച് നല്ലത് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ട് അമ്മ മാതാവും ഈശോകുമാരനും നമ്മളുടെ കൂടെ ഉണ്ടാവും. നമ്മളറിയാണ്ട് നമ്മളുടെ ഓരോ കാര്യങ്ങൾ നടന്നു പോകും. ഞാൻ പോയിട്ട് ഇപ്പം 3 വർഷം ആവണു. ഞാൻ 17-ാം തീയതി ഞാൻ വന്നു. ഞാനും എൻ്റെ മോളും കൂടെ വന്ന, എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മോനും വന്നില്ല. മോന് കോളേജ് ഉള്ളതുകൊണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡും മോനും അവിടെ നിൽക്കണേണ്. ഞങ്ങൾ അഖണ്ഡ ജപമാലയ്ക്ക് ഞാനും എൻ്റെ മോളും കൂടെ പങ്കെടുത്ത് വന്ന്, എൻ്റെ മൂത്ത ബ്രദറും വൈഫും പിള്ളേരും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ ഇളയ ബ്രദറും ഒരുപാട് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് അനുഭവങ്ങൾ മാതാവ്, എൻ്റെ ഇളയ ബ്രദറിന് വീടുണ്ടായില്ല, അത് സാക്ഷ്യം പറയാൻ എൻ്റെ നാത്തും വന്നിട്ടുണ്ട്, അത് അവൾ പറയും, അതും അവർക്ക് ദൈവം മാതാവ് നടത്തി തന്ന്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കോടാനുകോടി അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, വലിയ അസോസിയേഷനാണ്. അപ്പോൾ അതിലിങ്ങനെ രോഗികൾക്കായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ പിരിക്കും. പിന്നെ എന്തെങ്കിലും ഇതുപോലെ ജോലിയില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എല്ലാവരും കൂടെ പിരിച്ച് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യും. അപ്പോൾ അതിൽ ഞാനും എൻ്റെ ഹസ്ബൻഡൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ മുമ്പിൽ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, എൻ്റെ മുമ്പിൽ ഇന്നും ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് ഞാൻ പ്രോത്സാഹിപ്പിക്കും. മാതാവിൻ്റെ കാര്യം ഞാൻ പറയും, നിങ്ങൾ ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എന്തിനാണ് വിഷമിക്കണം, ഞാൻ ഈ കാശ് രൂപ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയും, കൃപാസനം മാതാവിൻ്റെ അടുത്ത് ചെല്ലുക, മാതാവിൻ്റെ അടുത്ത് കയ്യിലോട്ട് കൊടുത്താൽ മതി, നമ്മൾ പേടിക്കേണ്ട, നമ്മളുടെ കാര്യങ്ങൾ ഓരോന്നും നമ്മളറിയാണ്ട് തന്നെ നടന്നു പൊക്കോളും എന്ന് പറയും. പിന്നെ എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും സാക്ഷ്യമായിട്ട് ഞാൻ പറയും. ആരെൻ്റെ മുമ്പിൽ വന്നാലും
ഞാനും എൻ്റെ ജീവിത പങ്കാളി ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ സാക്ഷ്യമായിട്ട് മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു. മാതാവിൻ്റെ ആ സാക്ഷ്യം അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറയും. നമുക്ക് പറഞ്ഞാലും തീരുമില്ല അത്. അപ്പോൾ അങ്ങനത്തെ കാരുണ്യ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ ചെയ്യുന്നുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതുവരെ ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഈശോപ്പകൻ മാതാവിനും ഞാൻ കോടാനുകോടി അനുഗ്രഹം. എനിക്ക് ആദ്യം തന്നെ ഉണ്ടായത് രോഗസൗഖ്യമാണ്. എൻ്റെ യൂട്രസിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് എനിക്ക് 30 ദിവസത്തെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് നിയോഗപ്രാർത്ഥന വെച്ച് അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഉടമ്പടി തൈലം എങ്ങനെ പ്രയോഗിക്കണമെന്നും എങ്ങനെ കൊണ്ടു നടക്കണമെന്നും പ്രാർത്ഥന എന്താണെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് ഞാനൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഇവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് 30 ദിവസത്തെ ബ്ലീഡിങ് വന്നപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥന അതോടുകൂടി അമ്മ എൻ്റെ യൂട്രസിലെ മുഴ എടുത്തു കളഞ്ഞ് ഞാനിപ്പം 3 വർഷമായി മെൻസസ് ആകത്തില്ല. അതാണ് എനിക്ക് ഒന്നാമത് തന്ന അനുഗ്രഹം. രണ്ടാമത് തന്ന അനുഗ്രഹം എൻ്റെ കാലിന് മടമ്പിന് ഒരു എല്ല് വളർന്നിട്ട് പുറത്തോട്ട് ചാടിയതുകൊണ്ട് എനിക്ക് കാല് നിലത്ത് വെച്ച് അമർത്തി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. നടക്കുമ്പോൾ ഭയങ്കര വേദന അനുഭവപ്പെട്ടു. ഞാൻ പല ഡോക്ടർക്കും കാണിച്ച് സ്കാനിങ് എടുത്ത് ഇഞ്ചക്ഷൻ വെച്ച് എന്നിട്ടും എനിക്ക് സുഖത്തിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. എൻ്റെ കാലിന് ഇഞ്ചക്ഷൻ വെച്ച സ്ഥലത്ത് പാണ്ടുപോലെ നിറം മാറി വരികയും മരുന്ന് പുരട്ടിയിട്ടൊന്നും മാറാതെയും വന്നപ്പോൾ ഞാൻ എൻ്റെ ഈശോനോടും അമ്മ മാതാവിനോടും പറഞ്ഞ് എനിക്കുള്ള രോഗത്തിൻ്റെ മരുന്ന് ഇനി അമ്മയുടെ ഉടമ്പടിത്തൈലാണ്. ഇത് പുരട്ടി എനിക്ക് സൗഖ്യമാക്കി തരണം. ഞാനൊരു 10-11 ദിവസമായി അത് പുരട്ടി. ഞാൻ അറിയാതെ തന്നെ ആ രോഗം മാറ്റി. അവിടെയുള്ള പാണ്ടുപോലെയുള്ള അടയാളങ്ങളും പോയി. പിന്നെ എനിക്കുണ്ടായ സൗഖ്യം, ഞാനൊരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. എൻ്റെ പഞ്ചായത്തിലെ 11ാം വാർഡിലെ തൊഴിലാളിയാണ് ഞാൻ. അവിടെ പണി കുറവായതുകൊണ്ട് 10ാം വാർഡിലേക്ക് ഞങ്ങൾ കുറച്ച് ആളുകളെ അവിടേക്ക് മാറ്റി. അവിടെ പണി കൊടുത്ത് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ 11ാം വാർഡ് എൻ്റെ വാർഡിലായ അംഗങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി. അവരെ ഇങ്ങോട്ട് തന്നെ അയക്കണമെന്നും പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കി. അവിടെ തന്നെ പണിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പോയ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം. അവിടെ നല്ല ഒത്തൊരുമയോടുകൂടി നല്ല മേറ്റായിരുന്നു. സന്തോഷവും സമാധാനവും ഉണ്ടായ ഒരു ജോലിയായിരുന്നു. അതുകൊണ്ട് അവിടെ തന്നെ പണിയെടുക്കണം എല്ലാവർക്കും ഇഷ്ടം. ഞാൻ പറഞ്ഞ ആരും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എൻ്റെ അടുത്ത് അമ്മ മാതാവിൻ്റെ ഉടമ്പടിത്തൈലുണ്ട്, ഉപ്പുണ്ട്. ഇതെല്ലാം പ്രയോഗിച്ച് നമുക്ക് ഇവിടുത്തെ പ്രസിഡൻറ്റിനോട് പറയാം. പ്രസിഡൻറ്റിൻ്റെ അടുത്തൊരു അപേക്ഷയുമായി ചെന്നു. തൈലം പുരട്ടി ഉപ്പ് കൊണ്ട് കുരിശ് വരച്ച് പ്രസിഡൻറ്റിന് നിയോഗം കൈമാറി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ തന്നെ പണിയെടുക്കണമെന്ന്. പ്രസിഡൻറ്റ് പറഞ്ഞ് യാതൊരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഇവിടെ തന്നെ പണിയെടുത്തോളിന്ന്. അങ്ങനെ ഒരു സൗഖ്യം എനിക്ക് തന്നു. ഞമ്മക്ക് ഈ വാർഡിൽ തന്നെ പണി തരും പ്രസിഡൻറ്റ് നമ്മളെ വിളിച്ചിട്ട് പറയുമെന്നും പറഞ്ഞ് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച്. അതുപോലെ തന്നെ പ്രസിഡൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞ് 10ാം വാർഡിൽ തന്നെ നിങ്ങൾ പണിയെടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ തന്ന സൗഖ്യം. പിന്നെ എനിക്കുണ്ടായത് 22 വർഷമായി ഞങ്ങളെ വീട്ടിലേക്ക് വഴിയില്ല. 2 അടി വഴി ഞങ്ങൾക്ക് അടുത്ത വീട്ടുകാർ തന്നതാണ്. ആ വഴിയിൽ പുല്ലും കാടും നിറഞ്ഞാൽ ഞങ്ങളത് മഴക്കാലം വരുമ്പോൾ വൃത്തിയാക്കാൻ തുടങ്ങുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും. എന്നും ഞാൻ കരയും മാതാവിൻ്റെ അടുത്ത്. 2 അടി വഴിയേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല മാതാവ്. ആ ഉപ്പിട്ട് ഞാൻ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്. വഴക്കിനും മക്കളത്തിനൊന്നും ഞാൻ പോയില്ല. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർ തന്നെ വഴി ഞങ്ങൾക്ക് തിരിച്ചു തന്നു. 2 അടിയോളം ഇപ്പോൾ 6 അടികൾ നീളത്തിലാണ് ഞങ്ങൾക്ക് വഴി തന്നത്. കുറേ അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച അമ്മ മാതാവിനും എൻ്റെ ഈശോ അപ്പച്ചനും കോടാനുകോടി നന്ദി. പിന്നെ എനിക്കുണ്ടായ അനുഗ്രഹം, ഇവിടെ നിന്ന് ഒരു ചേച്ചി സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കും സങ്കടമായി. ആ സാക്ഷ്യത്തിൽ ചേച്ചി ഇങ്ങനെ പറയുണ്ടായി, ഞാനാണ് ഉടമ്പടി എടുത്തത്, എൻ്റെ വീട്ടിലുള്ളവർക്കാണ് അനുഗ്രഹം മുഴുവൻ. ഒന്നമ്മനെ കാണാൻ പോലും സ്വപ്നത്തിൽ കാണാനോ മുല്ലപ്പൂവിൻ്റെ മണം ആസ്വദിക്കാനോ ഒന്നും ആ ചേച്ചിക്ക് സാധിച്ചില്ല. ആ ചേച്ചി അന്ന് കരയുണ്ടായി. അതുപോലെ ആ ധ്യാനം കൂടുമ്പോൾ ഞാനും കരഞ്ഞു. എനിക്കും അമ്മനെ ഒന്ന് സ്വപ്നത്തിൽ കണ്ടാൽ മതി, വേറെ ഒന്നും അമ്മ എനിക്ക് തരണ്ട. അന്ന് രാത്രി ഞാനും സ്വപ്നത്തിൽ കണ്ട് എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിനെ. എനിക്കെന്തോ സന്തോഷമായി. പിന്നെ ഞാൻ ഇവിടുത്തെ ധ്യാനത്തിൽ വേറൊരു സിസ്റ്റർ സാക്ഷ്യവും പറയുകയുണ്ടായി. ആ സിസ്റ്റർ കുടുംബത്തിൽ
ക്യാൻസർ രോഗിക്ക് 2 തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കൊടുത്തെന്നും പറഞ്ഞ് ഉള്ളൊരു സാക്ഷ്യം ഞാനിവിടെ കണ്ട്. അപ്പോൾ എനിക്കും എന്തെല്ലാം ഒരു സമാധാനക്കേട്, അമ്മ എൻ്റെ അപ്പരെ ഇല്ലേ, അമ്മ ഞങ്ങൾക്ക് എന്താ ഒരടയാളോ ഒന്നും കാണിച്ചു തരാത്ത എന്നുള്ളൊരു ചിന്തയായി എനിക്ക്. ഞാൻ അന്നിപ്പം മാതാവിനോട് പറഞ്ഞു, ഇതുപോലെ എന്തെങ്കിലും അടയാളോ അത്ഭുതമോ എനിക്കും കാണിച്ചതാ അമ്മേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച്. സന്ധ്യാനേരം 2 തിരിയും കത്തിച്ച് വെച്ച് ഞാൻ 2 പ്രാർത്ഥനയും ഒപ്പരം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കുറേ പ്രാവശ്യം എനിക്ക് തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള. പിന്നെ ഞാൻ അത്ഭുതം ചോദിച്ചപ്പോൾ എനിക്ക് ഇടിവെട്ട സാക്ഷ്യം തന്ന്. എല്ലാവർക്കും മാതാവിന് തിരിയിലാണ് കാണിച്ചു കൊടുത്തത്, പക്ഷേ തിരിയിൽ എനിക്ക് അമ്മ മാതാവിൻ്റെ തിരുഹൃദയ തന്നെ. ആ തിരുഹൃദയം ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഈ 2 തിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അമ്മേൻ്റെ നിർമ്മല ഹൃദയ തന്നു. ഇതിലേറെ വലിയ സന്തോഷം ഇനി എന്താ വേണ്ടി? ഇനി അമ്മ എനിക്കൊന്നും തന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഇത് തന്ന അമ്മ മാതാവിനും എൻ്റെ തിരുകുമാരനും കൊടാനി കൂടി നന്ദി. ബാക്കിയുള്ള സാക്ഷി എൻ്റെ മകൻ പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അശ്വന്ത്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് വരുന്നത്. ഞങ്ങൾ നോൺ ക്രിസ്ത്യൻസ് ആണ്. ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നത് 2022 ഒക്ടോബർ മാസമാണ്. വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2018 മുതൽ തന്നെ ഓരോ പ്രശ്നങ്ങൾ, അതായത് അമ്മ പറഞ്ഞതുപോലെ തന്നെ വഴിയുടെ പ്രശ്നം, അതുപോലെ തന്നെ കുടുംബശ്രീയിലെ കുറച്ച് പ്രോബ്ലംസ്, അങ്ങനെ ഒരു പ്രോബ്ലം തീരുമ്പം അടുത്തൊരു പ്രോബ്ലം വരിക, പിന്നെ അത് പോലീസ് കേസാവുക, പോലീസ് വീട്ടിലേക്ക് വരിക, ചില പ്രശ്നങ്ങൾ അത് കോടതി വരെ പോകുക. അങ്ങനെ നമുക്ക് സമാധാനം ഇല്ലാണ്ട് നമ്മൾ ചില സമയത്ത് ദൈവത്തെ പോലും നമ്മൾ കുറ്റം പറഞ്ഞു പോകുന്നൊരവസ്ഥ കടന്നു വരികയാണ്. അങ്ങനെ ഇരിക്കെ സമാധാനമില്ല. ഓരോ രാത്രികളും ഇങ്ങനെ ഒരു പ്രോബ്ലം കഴിയുമ്പം ആ പ്രോബ്ലത്തെക്കാട്ട് വലിയൊരു പ്രോബ്ലമാണ് അടുത്ത വരുന്നത്. അങ്ങനെ പ്രോബ്ലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമാധാനത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഒരു സമയത്താണ് മാതാവ് കൈപിടിച്ച് ഈ കൃപാസനം മണ്ണിലേക്ക് കൊണ്ടുവരുന്നത്. അമ്മ ഞങ്ങളിവിടെ കൊണ്ടുവന്നു. ഈ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആദ്യം ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തു. അപ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്തത് ആദ്യമായിട്ട് ആലപ്പുഴയിലേക്ക് വരികയാണ്. അപ്പോൾ ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരണം, റൂട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ട്രെയിനിൽ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങൾ വടകര സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ട്രെയിനിൽ മുന്നിലെത്തുന്ന സമയത്താണ് ഞങ്ങളോട് ആരോ പറയുന്നത്, നിങ്ങൾ സ്ലീപ്പറിൽ കയറണ്ട, ലേഡീസിലേക്ക് കയറാൻ. അങ്ങനെ അമ്മയും ചേച്ചിയും കൂടി ലേഡീസിൽ കയറുന്നത്, ഞാൻ തൊട്ടുള്ള ജനറലിൽ കയറുന്നത്. ഈ ലേഡീസിൽ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് ഇരിക്കുന്ന ഒരു ഫാമിലീസ് ഓൾറെഡി ഉണ്ടായിരുന്നു. മാതാവ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ ഞങ്ങൾ ഒരുക്കണ്ടേയിട്ട് മാതാവ് ഒരു ഫാമിലീനെ ട്രെയിനിൽ ഓൾറെഡി തന്നിരുന്നു. അങ്ങനെ വന്ന് ട്രെയിനിൽ അവർ ഉടമ്പടി എന്താണ് ഉടമ്പടി, എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. ഇവിടെ വന്നപ്പം വീട്ടിൽ ഒരാൾക്കേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അമ്മ ഉടമ്പടി എടുത്താണെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും, ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായാലും ഉടമ്പടി പ്രാർത്ഥനയായാലും ചൊല്ലി നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അമ്മ പറഞ്ഞതുപോലെ തന്നെ വഴിയുടെ പ്രശ്നം. ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച സമയം മുതൽ തന്നെ ഞങ്ങളുടെ വീട്ടിന് മുന്നിൽ അത് ഫസ്റ്റ് വേറെ ആരുടെയോ സ്ഥലമായിരുന്നു. ആ സ്ഥലത്തൂടെ ആയിരുന്നു ഞങ്ങൾ വഴി പോയിരുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് വഴിയായിട്ടൊന്നും തന്നിട്ടില്ല. പിന്നീട് അവരെന്ത് ചെയ്ത് ആ സ്ഥലം വേറൊരാൾക്ക് വിറ്റു. അപ്പോഴും ഞങ്ങൾക്ക് വഴി തന്നില്ല. പിന്നെ മഴ പെയ്ത സമയത്ത് വെള്ളം നിറഞ്ഞ് പ്രശ്നങ്ങളായി. അങ്ങനെ പോലീസ് വന്ന് അങ്ങനെ ലോക പ്രശ്നങ്ങൾ, അടിയായി, കച്ചറയായി. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം എനിക്ക് 24 വയസ്സ്, അതായത് 24 കൊല്ലം കൊണ്ട് നടക്കാത്ത ഒരു കാര്യം ഇവിടെ വന്നു പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു. ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ വഴിയിലിട്ട സമയത്ത് ലോകത്തിൻ്റെ ന്യായാധിപൻ തന്നെ ഇറങ്ങി വന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ സമാധാനത്തിൽ തന്നെ ഞങ്ങൾക്ക് അവർ തന്നെ വഴി തന്നു. ഇതാണ് ഏറ്റവും വലിയൊരു സാക്ഷ്യം. അതുപോലെ തന്നെയാണ് അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ്. അപ്പം അച്ഛൻ അങ്ങനെ അത്ര വിശ്വാസമില്ല, ചെറിയൊരു വിശ്വാസമുണ്ട്. അപ്പം ഇവിടെ വന്ന സമയത്ത് പുലർച്ചയ്ക്ക് കടലിൽ പോകുന്ന സമയത്ത് ഹാർബറിലെത്തണമെങ്കിൽ ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. സോ പല മൃഗങ്ങളുണ്ടാകാം. സോ നമ്മൾ പ്രാർത്ഥിച്ചു, ഒന്നും ഉണ്ടാകരുതേ മാതാവേ, നീ കൂടെ ഉണ്ടായിക്കൊള്ളണേ എന്നുള്ളത്. എന്നിട്ട് തൈലം നെറ്റിയിൽ പുരട്ടി കൊടുത്തു. തിരിച്ചച്ഛൻ വരുമ്പം പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഹാർബറിലെത്തുന്ന വരെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു.
വിശ്വാസം ഇല്ലാത്ത അച്ഛനെ മാതാവ് എന്ത് ചെയ്തു? വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അത് വേറൊരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിലുണ്ടാകുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഒരു ലാപ്ടോപ്പ്, ഞാൻ MBA-കാരനാണ്, അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഫിഷറീസ് ഓഫീസറെ കണ്ട് പലതവണ ഞാൻ നടന്ന് അവസാനം പാസ്സാകുന്ന രീതിയിൽ എത്തിയപ്പോൾ ആ ലിസ്റ്റ് എന്ത് ചെയ്ത് തള്ളുന്ന രീതിയിൽ എത്തിപ്പെട്ട്, അപ്പോഴാണ് മാതാവ് കൈപിടിച്ച് ഇവിടെ എത്തിച്ചത്. മാതാവ് കൈപിടിച്ച് ഇവിടെ എത്തിച്ച സമയത്താണ് ഇവിടുന്ന് അമ്മ ഉടമ്പടിയുടെ സമയത്ത് എങ്ങനെയോ ശ്രവിക്കപ്പെടുകയാണ് ഈ ലാപ്ടോപ്പ് എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്ത് ഈ ലാപ്ടോപ്പ് എന്നുള്ളത് ജസ്റ്റ് വെറുതെ ഒന്ന് നിയോഗത്തിലേക്ക് വെച്ചു, ഉടമ്പടി എടുത്തു, തിരിച്ചു വന്നു. ഒരു 1.5 മാസം ആകുന്നത്തേക്ക് ഈ തള്ളിപ്പോയ ലിസ്റ്റ് മാതാവ് തിരിച്ചെടുത്തു. എനിക്ക് തോന്നുന്നു ആ 90 ദിവസം പൂർത്തിയാകുന്ന സമയം കൊണ്ട് തന്നെ മാതാവ് എന്ത് ചെയ്തു? ലാപ്ടോപ്പ് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെയായിരുന്നു ഒരു വണ്ടി വാങ്ങാനുള്ളത്. അപ്പം നമ്മൾ മാതാവിൻ്റെ ഭക്തന്മാരായതുകൊണ്ട് നമ്മൾ മാതാവിൻ്റെ കളറാണ് ആഗ്രഹിക്കാം. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് അമ്മയുടെ നീലാങ്കി ആയതുകൊണ്ട് നീല കളറിലൊരു വണ്ടി മതിയെന്നാണ്. പക്ഷേ മാതാവ് എന്ത് ചെയ്താണ്? അത് ഉടമ്പടിയിൽ വെച്ചേ ഉള്ളൂ, കുറച്ച് ഡേയ്സ് കൊണ്ട് തന്നെ അമ്മയുടെ ഗ്രേ കളറിലുള്ള നല്ലൊരു വണ്ടി തന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്താണെങ്കിലും ഉടമ്പടി പാലിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ്റെ ധ്യാനം കൂടും, ചിലതൊക്കെ എന്ത് ചെയ്ത് സ്ക്രോൾ ചെയ്ത് കളയും, അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അമ്മ പറഞ്ഞല്ലോ, അമ്മക്ക് ഒരു ദിവസം എന്ത് ചെയ്ത് മാതാവ് സ്വപ്നത്തിൽ ദർശനം കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഉറങ്ങി എങ്ങനെ കണ്ണ് തുറന്നെന്നറിയില്ല. ഞാൻ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ണ് തുറന്നാൽ മീൻസ് ഒരു ഹാളുണ്ട്, അവിടെയാണ് ഡൈനിങ് ടേബിൾ ഉള്ളത്. അപ്പം ഒരു പുലർച്ചെ സമയത്ത് ഞാൻ എങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണാം സിൽവർ ഗ്രേ കളറിൽ ആ ഒരു വെളിച്ചം നിൽക്കുന്നത്. അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ കണ്ടാൽ പെട്ടെന്ന് പേടിച്ച് പോകും. അപ്പോൾ പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് തിരിഞ്ഞു കിടന്ന്, അത് കഴിഞ്ഞ് കുറച്ചും കൂടിയും കഴിഞ്ഞപ്പം വീണ്ടും എൻ്റെ ഉറക്കം ഞെട്ടി. ഈ ഉറക്കം ഞെട്ടിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൽ കണ്ട ഈ സിൽവർ ഗ്രേ വെളിച്ചം നേരെ ഞാൻ എവിടെയാണോ മാതാവിനെ വെച്ച് ആരാധിക്കുന്നത് അതിൻ്റെ നേരെ ഫ്രണ്ടിൽ വന്നാണ് ഈ സിൽവർ ഗ്രേ കളർ നിൽക്കുന്നത്. അപ്പം അമ്മ സ്വപ്നത്തിൽ കണ്ടാണെങ്കിലും മാതാവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട്. അങ്ങനെ ഞാനൊരു ഹോസ്പിറ്റലിൽ HRI വർക്ക് ചെയ്യുകയാണ്. അമ്മ തന്നെ തന്ന ജോലിയാണ്, അമ്മ തന്ന അടയാളമായിട്ട് എൻ്റെ യൂണിഫോം തന്നെ ഗ്രേ കളറാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ മാതാവിനെ കണ്ട് പിറ്റത്തെ മാസം അമ്മയോട് ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ CEO എന്ത് ചെയ്താണ് എന്നെ ഡോക്ടേഴ്സ് റിക്രൂട്ട്മെൻറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ HR മാനേജർ കഴിഞ്ഞാൽ ഈ റിക്രൂട്ട്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് ഡോക്ടേഴ്സ് റിക്രൂട്ട്മെൻറ്റ്. കാരണം ഒരു ഹോസ്പിറ്റൽ ഓടണമെങ്കിൽ മെയിനായിട്ട് എന്ത് വേണം? ഡോക്ടർ വേണം. അങ്ങനെ മാതാവ് എന്നെ എന്ത് ചെയ്ത് സിഒയുടെ രൂപത്തിൽ തന്നെ പ്രൊമോട്ട് ചെയ്തു. പക്ഷേ പിന്നീട് CEO എനിക്ക് 2 ടാസ്ക് തരികയാണ്. ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിനെയും ഒരു യൂറോളജിസ്റ്റിനെയും ജോയിൻ ചെയ്യിക്കാം. പെട്ടല്ലോ, കാരണം ഗ്യാസ്ട്രോ യൂറോ ഒക്കെ ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എങ്കിലും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇതിൽ ഞാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. ഒരു 4 മാസം ഞാൻ ഓരോ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിൻ്റെ നമ്പർ കണ്ടെത്തി ഞാൻ വിളിക്കുക. ഡോക്ടേഴ്സ് ആരും വില്ലിങ് അല്ല, കാരണം അവർ ഓൾറെഡി വർക്കിംഗ് ആണ്. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്ത് മാതാവിനോട് പറഞ്ഞു, എന്നെക്കൊണ്ട് കഴിയുന്നത് കഴിഞ്ഞു, ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ അമ്മയെ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഒരു യൂറോളജിസ്റ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. ആ യൂറോളജിസ്റ്റ് വേറൊരു ഹോസ്പിറ്റലിൽ കിട്ടുമ്പോൾ ആ യൂറോളജിസ്റ്റ് പോവുകയും ചെയ്ത്. അപ്പോൾ യൂറോളജിസ്റ്റ് പോയത് കൊണ്ട് പേഷ്യൻറ്റ് കൂടുതലുണ്ട്, എൻ്റെ ടാസ്ക് കൂടുകയും ചെയ്ത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഞാൻ ഒരാഴ്ച സമയം തരാം. ആ ഒരാഴ്ച ഞാൻ എന്ത് ചെയ്ത് ഉപവാസം പ്രഖ്യാപിക്കുക, മത്സ്യമാംസങ്ങൾ ഒഴിവാക്കിയിട്ട് ഞാൻ ഉപവാസം പ്രഖ്യാപിക്കാം. എന്നിട്ട് ഞാൻ അത് അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ആ ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ യൂറോളജിസ്റ്റ്, എനിക്ക് തോന്നുന്നു എറണാകുളത്തുള്ളൊരു യൂറോളജിസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു. അവരെ ഞാൻ CEO ആയിട്ട് കണക്ട് ചെയ്യിക്കുന്നു. അവർ ജോയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ജോയിൻ ചെയ്യുന്നു. ആ ഒരാഴ്ച ഞാൻ 4 മാസം ശ്രമിച്ച് നടക്കാത്തത് അമ്മയ്ക്ക് വിട്ടുകൊടുത്തപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ ഗ്യാസ്ട്രോവും വന്ന് യൂറോളജിസ്റ്റും വന്ന്. ഇതാണ് എൻ്റെ വേറൊരു സാക്ഷ്യം. പിന്നീടെന്ന് പറയുന്നത്, ഞാനിവിടെ 3 തവണ ഉടമ്പടി എടുത്ത് പുതുക്കിയിട്ടുണ്ട്. ആ 3 തവണയും മാതാവ് ഈ പ്രദക്ഷിണത്തിൽ എന്നെ ഒരിക്കലും പുറകിലല്ല നിർത്തിച്ചത്, മാതാവ് എന്നെ മുന്നിൽ തന്നെ നിൽച്ചത്. കാരണം ഓരോ തവണ മാതാവ് ആയാലും പിന്നെ മെഴുകുതിരി ആയാലും ചന്ദനത്തിരി ആയാലും ഓരോന്ന് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. അമ്മ എന്നെ ഇന്നേ വരെ ഞാനിവിടെ ഉടമ്പടി പുതുക്കി ഇത്ര ആയിട്ട് പോലും അമ്മ ആ പ്രദക്ഷിണ വഴിയിൽ എന്നെ പിന്നിലേക്ക് ആക്കിയിട്ടില്ല. അമ്മ എന്നെ എന്നും മുന്നിൽ തന്നെ നിർത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ഈ മെയ് മാസം, അതുപോലെ തന്നെ ഒക്ടോബർ മാസം, അതുപോലെ തന്നെ ഡിസംബർ മാസം, ഈ 3 മാസം ഞങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങൾ മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ
അങ്ങനെ നല്ല രീതിയിൽ വ്രതശുദ്ധിയോട് കൂടിയാണ് ഞങ്ങൾ എന്ത് ചെയ്യാം ഈ 3 മാസം പ്രെയർ ചെയ്യാറ്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ചേച്ചിക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ വരിക. അപ്പം ചേച്ചി ഞങ്ങളോട് പറയാണ് പ്രാർത്ഥിക്കണം, ജോലിയില്ല, 3-3.5 മാസത്തോളം വീട്ടിലിങ്ങനെ ഇരിക്കാം. അപ്പം ഞാൻ അമ്മയെ എന്ത് ചെയ്ത് പ്രാർത്ഥിച്ച്, അമ്മ പറഞ്ഞ് ഒരു ഡിസംബർ മാസം മാതാവേ ഇത് ഈ മാസം നീ ഞങ്ങൾക്ക് വേണ്ടി ഈശോയെ തന്ന മാസം, ഈ മാസം കഴിയുന്നതിന് മുന്നേ എൻ്റെ മകൾക്ക് ജോലി കൊടുക്കണേ എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം കാണാം രാവിലെ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട് ആരോ ഒരാൾ തലോടുന്ന രീതിയിൽ നോക്കുമ്പം ഉറക്കത്ത് കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് കാണാം മാതാവിൻ്റെ ഇടത്തെ കരം തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. വലത്തെ കൈകളിൽ കാണാം വെള്ളമുത്തിൻ്റെ ജപമാല. അപ്പോൾ അമ്മ ഇങ്ങനെ തലോടാണ്. അമ്മയൊന്നും പറയുന്നില്ല, അമ്മ ഇങ്ങനെ ചിരിക്കുകയാണ്. അമ്മയെ കാണാൻ എന്ത് സുന്ദരിയാണെന്നറിയാവുക. അങ്ങനെ അപ്പോൾ അമ്മയോട് പറഞ്ഞ് അമ്മ എനിക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൈകളിൽ സ്പർശിക്കുമ്പോൾ തന്നെ ഷോക്ക് അടിക്കുകയും ചെയ്യുന്നു, മാതാവ് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ ഡിസംബർ 25 ഞങ്ങൾ പ്രഖ്യാപിച്ച് ഞങ്ങൾ വ്രതമൊക്കെ കഴിയുന്ന സമയത്ത് ഡിസംബർ 26-ാം തീയതി ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നു. ഡിസംബർ 27 കഴിഞ്ഞ് 28-ാം തീയതി ജോയിൻ ചെയ്യാനുള്ള ഓഫർ ലെറ്ററും കൂടി വരികയാണ്. അതാണ് വേറൊരു സാക്ഷി എന്ന് പറയുന്നത്. ഇതേ സമയം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജപമാല എന്താണെന്ന് അറിയാതെ, കാരണം നോൺ ക്രിസ്ത്യൻസ് ആണ്, ആകെ അറിയുന്നത് ഈ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ജപമാല എൻ്റെ ചേച്ചിക്ക് ആരോ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ജപമാല എന്ത് ചെയ്ത് ചേച്ചി ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഞങ്ങൾ ജപമാല ചൊല്ലുകയാണ്. ആദ്യമായിട്ട് ജപമാല ചൊല്ലുകയാണ്. നമുക്കറിയത്തില്ലല്ലോ എങ്ങനെയാണ് ചൊല്ലണതുള്ളത്. അങ്ങനെ ജപമാല ചൊല്ലി, ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ചേച്ചി ജപമാല പഠിപ്പിച്ച ആ സമയത്താണ് മാതാവ് ജപമാലയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ ഇരിക്കെ പിറ്റേത് മാതാവിൻ്റെ മെയ് വണക്ക മാസം ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കാണാം അമ്മ ആ ജപമാല, എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം ജപമാല ചൊല്ലിയതേ ഉള്ളൂ, ആ ജപമാല അവിടെ എത്തി. അമ്മ അത് സ്വീകരിച്ചു. ഞങ്ങളെ മെഴുകുതിരിയിൽ കാണാം അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ആ രൂപം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ രൂപം. മാതാവ് ജപമാല ചൊല്ലുന്നത്, കുറച്ച് ദിവസം ജപമാല ചൊല്ലിയതേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മ എന്ത് ചെയ്ത്, മാതാവ് ഞങ്ങൾക്ക് ഇവിടെ ഇതുവരെ ഞങ്ങളുടെ സ്വപ്നത്തിൽ വന്നു, ഞാൻ കാണുന്ന വിധത്തിൽ മാതാവ് കണ്ടു. പക്ഷേ ഇവിടെ ഒരു സാക്ഷ്യപ്പെടുത്താൻ അമ്മ പ്രത്യക്ഷപ്പെട്ടു ഈ പച്ച മെഴുകുതിരി. അതുകൊണ്ട് തന്നെ ഈ നീല മെഴുകുതിരി ആയാലും പച്ച മെഴുകുതിരി ആയാലും പ്രാർത്ഥനാ സമയത്ത് കത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ ഊതുവോ അല്ലെങ്കിൽ കൈകൊണ്ട് തള്ളിക്കെടുത്താറോ ഇല്ല. കാരണം അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഇതാണ് മെഴുകുതിരി. അപ്പോൾ നമ്മൾ ഊതുമ്പോൾ മാതാവിൻ്റെ മുഖത്തേക്ക് ഊതുന്ന പോലെയാണ്, അല്ലെങ്കിൽ കൈകൊണ്ട് അടിക്കുമ്പോൾ അമ്മയെ അടിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തീപ്പെട്ടി കൊള്ളി കൊണ്ടോ ആണ് എന്ത് ചെയ്യുക, പ്രാർത്ഥന കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുക, മെഴുകുതിരി കെടുത്താറുള്ളത്. ഒത്തിരി അനുഗ്രഹങ്ങൾ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ മാതാവിനെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ മാതാവിനെ കിട്ടിയ ആ രൂപം ഇവിടുന്ന് സ്റ്റാളിൽ നിന്ന് ഞാൻ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചു, പ്രാർത്ഥിച്ച് ഒരു ജപമാല കൊടുത്തു. ആ മാതാവിനെ ഇവിടുന്ന് വാങ്ങി ഒരു ആ രൂപം വാങ്ങി വീട്ടിൽ വെച്ചതിന് ശേഷം പിന്നെ അമ്മ പറഞ്ഞല്ലോ പല തവണയായി നീല പച്ച മെഴുകുതിരിയിലെ അമ്മ പല രൂപത്തിൽ അമ്മ എന്ത് ചെയ്യും പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ലാസ്റ്റ് ഈ ആഗസ്റ്റ് മാസം എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് ഒരു സിസ്റ്റർ ഒരു വചനം തരികയാണ്. ജോഷുവ 1:9, ശക്തനും ധീരനുമായിരിക്കണം, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇതേ വചനം തന്നെ ആഗസ്റ്റ് 26-ാം തീയതി ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുകയുണ്ടായി. ഇത് പറഞ്ഞ് കഴിയലും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മഴവില്ലിൽ എനിക്ക് കാണണമെന്നുള്ളത്. പക്ഷേ ഈ വചനം എനിക്ക് തന്ന് അതേ 26-ാം തീയതി അച്ഛൻ ഡെയിലി ബ്രെഡിൽ അത് പറയുകയും ചെയ്ത് ഞാൻ മുട്ടിയിരുന്ന് പ്രാർത്ഥിച്ച് നോക്കുമ്പം കാണാം ആകാശത്ത് വീണ്ടും ഇതേ മാതാവിൻ്റെ രൂപത്തിൽ ചുവന്ന നമ്മളെ ഉദിച്ച് വരുന്ന സൂര്യൻ്റെ കളറില്ലേ, ആ കളറിൽ അമ്മ ആകാശത്തും പ്രത്യക്ഷപ്പെട്ടു. ഒരു 2-3 മിനിറ്റ് അമ്മ വീണ്ടും ആകാശത്ത് പ്രത്യക്ഷപ്പെടുക. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയാണ്. കാരണം ട്രാക്കില്ലാത്ത ആളുകളാണ് ട്രാക്കിലെത്തിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മെൻറ്ററാണ് പരിശുദ്ധ അമ്മ. അമ്മ അടിപൊളിയാണ്. കാരണം നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അമ്മക്കത് സാധിച്ചു തരാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ അമ്മ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥയാണ്. ഇനി കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാനായാലും അമ്മയായാലും പാലിയേറ്റീവിൽ പോയിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. ബഡ്സ് സ്കൂളിൽ ഞങ്ങൾ അധികം കാരുണ്യ പ്രവർത്തികൾ ഞാനും അമ്മയും ഒന്നിച്ചാണ് പോകാറ്. ബഡ്സ് സ്കൂളിൽ പോയിട്ട് അവർക്കെല്ലാം നമ്മുടെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിനടുത്തുള്ള ഓരോ ചേച്ചി മരുന്ന് വാങ്ങാൻ കഴിയില്ലാത്തവർക്ക് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട്
എനിക്ക് തോന്നുന്നു പത്രങ്ങളൊക്കെയാണ് തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ചേട്ടന്മാരോട് നമ്മുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് പത്രം കൊടുക്കുക. അങ്ങനെ ഇരിക്കുകയാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പോയ സമയത്ത് ഒരു ദിവസം രാവിലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ജോഗിങ്ങിന് പോവുകയാണ്. അപ്പോൾ ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തു, പെട്ടെന്നൊരു ദിവസം പ്ലാനിങ് ആണ്, ജോഗിങ്ങിന് പോകുകയാണ്. പക്ഷേ ഞങ്ങൾ പോകുന്ന റൂട്ട് പെട്ടെന്ന് ആരോ തിരിക്കുന്ന പോലെ. അപ്പോൾ റൂട്ട് തിരിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ കാണാം അവിടെ ഒരു മാതാവിൻ്റെ പള്ളി. ആ പള്ളിക്ക് പുറത്ത് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മാതാവിനെ കണ്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇതാ നിൻ്റെ മാതാവ് ഇരിക്കുന്നത്. അവന് മാതാവിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതാ മാതാവ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, മാതാവിനെ കണ്ടതല്ലേ, കണ്ട സ്ഥിതിക്ക് എന്തായാലും അമ്മയെ കണ്ട് പ്രാർത്ഥിക്കണ്ടേ, കാരണം ഞാൻ അമ്മയുടെ ഒരു ഭക്തനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച്, അമ്മയുടെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ച് കണ്ണടച്ച് താഴെ നോക്കുമ്പോൾ കാണാം ഏതോ ഒരു വ്യക്തി കൊണ്ടുപോയി വെച്ച കൃപാസനത്തിലെ ഒരു 3-4 കെട്ട് പേപ്പർ, ജൂൺ മാസത്തെ, ജൂലൈ മാസത്തെ, കഴിഞ്ഞ കൊല്ലത്തെ സെപ്റ്റംബറിലത്. ഈ പേപ്പർ കണ്ടതിന് ശേഷം ഞാനത് എടുത്ത് തിരിച്ച് മാതാവിനെ നോക്കുമ്പോൾ കാണാം അമ്മ സങ്കടപ്പെട്ടിരിക്കുക. ഈ പേപ്പർ എടുത്തതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ അമ്മ സങ്കടപ്പെട്ടിരിക്കുക. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞേ, ഈ പേപ്പർ വെച്ച ആളോട് അമ്മ ക്ഷമിക്കണം, ഈ പേപ്പർ ഞാൻ സന്തോഷപൂർവ്വം ഞാൻ കൊടുത്തോളാം എന്നുള്ളത്. അങ്ങനെ ആ പേപ്പർ എല്ലാം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, പാളയത്തുള്ള ആ വെയിലത്ത് ഞാൻ പാളയത്തുള്ള എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും അവിടെ കാണുന്ന എല്ലാവർക്കും ഞാൻ കൊടുത്ത്. അതുകൊണ്ട് എനിക്ക് എന്താ, അത്രയും പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഏത് സമയത്തും അമ്മ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഒരു പൂർണ്ണ വിശ്വാസം എന്നിലുണ്ട്. ഇനി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം അമ്മയുടെ കൈകളിൽ ജീവിത അവസാനം വരെ ഞാനും എൻ്റെ കുടുംബവും സുരക്ഷിതരാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ സാക്ഷ്യം പറയുവാൻ, ഞാനും എൻ്റെ കുടുംബത്തോടും വന്നൊന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രശ്മി, ഞാൻ UK നിന്ന് വരുന്നു. എൻ്റെ 3 മക്കൾ, ഹസ്ബൻഡ്, എൻ്റെ മമ്മി. ഞാൻ 2018 കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ എനിക്കൊരു കൃപാസന പത്രം തന്നിരുന്നു. പക്ഷേ അത് ഞാൻ ബാഗിൽ വെച്ച് UK തിരിച്ചുപോയി. അതൊന്ന് വായിച്ചു നോക്കുവാനോ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനോ പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനോ ഒന്നും ഞാൻ ശ്രമിച്ചില്ല. ഞാൻ വിചാരിച്ചു, പുതിയൊരു ധ്യാന കേന്ദ്രം, ഞാൻ ഓൾറെഡി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഞാൻ അന്ന് അഭിഷേകാഗ്നി അങ്ങനെ പള്ളിയുമായി വളരെയധികം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഫാമിലിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, പിന്നീടാണ് കോവിഡ് വരികയും ആ സമയത്ത് എനിക്ക് ഭയങ്കരമായ കോവിഡ് വരികയും പനിയും ഒക്കെ ആയിട്ട് 2 മാസത്തോളം എനിക്ക് വളരെ ക്ഷീണമായിരുന്നു. അപ്പോൾ എൻ്റെ ബാഗിൽ ആ പത്രം സുരക്ഷിതമായിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ സംരക്ഷണത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ സംരക്ഷണത്തിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ 13 വർഷമായിട്ട് ഞങ്ങളുടെ വീട് വിൽക്കുവാൻ ഞങ്ങൾ വളരെയധികം ശ്രമിച്ചിരുന്നു. ഈ പത്രം കയ്യിലിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആ വീട് വിൽക്കുവാനും പുതിയൊരു ഭവനം, മനോഹരമായ ഒരു ഭവനം ഞങ്ങൾക്ക് ആ പരിശുദ്ധ അമ്മ ക്രമീകരിച്ച് തരുവാനും സാധിച്ചത്. അതിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ പോലും അറിയാതെ അമ്മ എൻ്റെ കൂടത്തിൽ, സഞ്ചാരി മാതാവ് എൻ്റെ കൂടത്തിലുണ്ടായിരുന്നെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. തിരുക്കുമാരനെയും കൂട്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ പുതിയ ഭവനത്തിൽ വന്നപ്പോൾ 2022 അപ്പോഴാണ് ഞാൻ എൻ്റെ മൂത്ത മകൻ്റെ കണ്ണിലേക്ക് ഞാൻ സൂക്ഷിച്ച് നോക്കിയത്. അവൻ്റെ ശരീരത്തിൽ വെള്ളപ്പാട് എന്ന രോഗം കാണുവാൻ തുടങ്ങി. എന്നെയും എൻ്റെ കുടുംബത്തിനും വളരെയധികം അത് വിഷമമുണ്ടാക്കി, ഭാരപ്പെട്ടു. കാരണം അതിന് മരുന്നില്ലാത്ത രോഗമാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോ, എൻ്റെ കസിൻ വഴി ഞാൻ അറിഞ്ഞു കൃപാസനം ഒന്നും കൂടി. കസിൻ എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ മതി, പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് തന്നു, ഉടമ്പടി പ്രാർത്ഥന എനിക്ക് തന്നു. അതിൻ്റെ ഫലമായി മെയ് 10 2022 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി ജീവിതം ആരംഭിച്ചു. ഉടമ്പടി സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി കുടുംബസമേതം, ഞാനും എൻ്റെ ഹസ്ബൻഡും. അതുപോലെ തന്നെ കൃപാസനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഉടമ്പടി പത്രത്തിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചത്. ഞാനൊരു പത്രത്തിൻ്റെ ഒരു കീറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ബാഗിലും എൻ്റെ വീട്ടിലും എല്ലാം തിരഞ്ഞു. കാരണം പുതിയ വീട്ടിലേക്ക് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു കഷണം പോലും എനിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ അതിൻ്റെ വില ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ എനിക്കൊരു കൃപാസനത്തിൻ്റെ ഒരു ചെറിയൊരു കട്ടിങ്സ് എൻ്റെ വാർഡിൽ വർക്ക് ചെയ്യുന്ന, ഞാനൊരു നേഴ്സാണ്, എൻ്റെ വാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി വഴി എനിക്ക് കിട്ടി. ഞാനത് വായിക്കുകയും അതിൻ്റെ പകുതി ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ
ഞാൻ പിന്നെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വയ്ക്കാത്ത ഒരു കാര്യം എനിക്ക് സാധിച്ചു തന്നു. അത് ആദ്യത്തെ അടയാളമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ഹസ്ബൻഡിന് അടിവയറ്റിൽ പുക്കിളിന് താഴെ ഒരു തടിപ്പും ഒരു മുഴ പോലെ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വേദനയൊന്നുമില്ല. അപ്പോൾ 3 മാസം കഴിഞ്ഞ് ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേദിവസം എന്നോട് പറഞ്ഞു എനിക്ക് വേദനയാണ്, എനിക്ക് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഡോക്ടറെ കാണാം. അപ്പോൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ പറഞ്ഞു ആൻറ്റിബയോട്ടിക് എടുക്കണം, ഇൻഫെക്ഷനാണ്. അവിടെ മെഡിക്കൽ സിസ്റ്റമൊക്കെ വളരെ പുവറാണ്, അതുകൊണ്ട് അവർ സ്കാൻ ഒന്നും ചെയ്തില്ല, അവർ ആൻറ്റിബയോട്ടിക് കുറിച്ച് തന്നു. അപ്പോൾ 2 ദിവസം എടുത്തു ആൻറ്റിബയോട്ടിക് കിട്ടാൻ. ഞാനപ്പം ഇത് നിയോഗം വെച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥനകളൊക്കെ വളരെ ഭക്തിയോടെ ചെല്ലാൻ തുടങ്ങിയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ആൻറ്റിബയോട്ടിക് കിട്ടി. നോക്കിയപ്പോൾ അങ്ങനെ ഒരു തടുപ്പും മുഴയോ ഒന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ട് പരിശുദ്ധ അമ്മ അത് സുഖപ്പെടുത്തി ഈശോയോട് പറഞ്ഞ്. അതാണ് ഞങ്ങൾക്ക് ആദ്യമേ കിട്ടിയ അടയാളം. ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചില്ലായിരുന്നു, ഇല്ലാതെ തന്നെ ആ മുഴ അപ്രത്യക്ഷമായി. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യം എൻ്റെ കുഞ്ഞുങ്ങളുടെ 3 കുട്ടികളുടെ പഠന മേഖലകളെ അനുഗ്രഹിക്കണമെന്നായിരുന്നു. ഇവൻ എൻ്റെ ഇളയ മോനാണ്. 2022 ഇവന് ഹൈസ്കൂളിലേക്ക് കയറുവാൻ വേണ്ടി ഒരു ഗ്രാമർ സ്കൂൾ എക്സാം ഉണ്ടായിരുന്നു. ഇവൻ പഠനത്തിൽ അല്പം പുറകോട്ടാണ്, എങ്കിലും ഗ്രാമർ സ്കൂളിലെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നന്നായിട്ട് നല്ല മാർക്ക് വേണം, എബോവ് 90 വേണം. കാരണം ഞങ്ങൾ ക്യാച്ച്മെൻറ്റ് ഏരിയയിലല്ലായിരുന്നു. അപ്പോൾ ആ നിയോഗവും ഞാൻ വെച്ചിരുന്നു, അതായത് മൊത്തത്തിൽ ജനറലായിട്ടാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഇവനെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവന് 50% കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇനി പഠിക്കണ്ട, നീ പഠനം നിർത്തിക്കോ, നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകാം. അതൊരു ഫ്രൈഡേ ആണ്, എക്സാം സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിലുണ്ട്, അതല്ലാതെ കൃപാസനത്തിലെ കാശ് രൂപം ഞാൻ ഇവൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു. മോനെ നീ പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയോട് നിനക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് നീ ഇത് കയ്യിൽ പിടിച്ച് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി, അമ്മ നിന്നെ സഹായിക്കും. കാരണം എനിക്കൊരു പ്രതീക്ഷയുമില്ല ഇവൻ എന്തുപോയി എഴുതുമെന്ന്. എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ ഇവനെ ഫസ്റ്റ് ടൈം തന്നെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലുമില്ലാതെ ഇവന് ഗ്രാമർ സ്കൂളിൽ ഇന്നായി. അത് വലിയൊരു അത്ഭുതമാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. അതുപോലെ തന്നെ പിന്നെയുള്ള എൻ്റെ ഒരു നിയോഗം എൻ്റെ മൂത്ത മോൻ്റെ കാര്യമായിരുന്നു. അവന് പഠിത്തത്തിൽ കുഴപ്പമില്ല, എങ്കിലും എപ്പോഴും ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കൃപാസന ഉപ്പും വെഞ്ചരിച്ച തൈലവും തേനും ഒക്കെ കൊടുക്കും. ഇവർക്ക് വളരെ ചിലപ്പോഴൊക്കെ ഇവർ കഴിക്കത്തില്ല, എങ്കിലും ഞാൻ പുറകെ ഓടി നടന്ന് ഞാൻ ഇവർക്ക് കൊടുക്കും. അങ്ങനെ ഇവന് ഡ്രൈവിംഗ് ടെസ്റ്റ് വന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഞാൻ കൃപാസനത്തിൻ്റെ ഉപ്പ് ഇവൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു, കാശ് രൂപം കൊടുത്തു, തൈലം നെറ്റിയിൽ തൂത്ത് കൊടുത്തു. വളരെ ട്രാഫിക്കുള്ളൊരു സമയത്ത് 8 മണിക്കാണ് ഇവൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയത്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഇവന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഫസ്റ്റ് ടൈം തന്നെ പാസ്സാകാൻ സാധിച്ചു. തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി. അതുപോലെ തന്നെ ഇവന് A-level എക്സാം കഴിഞ്ഞിട്ട് മെഡിസിൻ്റെ എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു, UCAT എന്നാണ് അവിടെ പറയുന്നത്. ആ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ശക്തമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. തൈലവും ഉപ്പും എല്ലാം കൊടുത്താണ് ഞാൻ ഇവനെ വിട്ടത്. അതിനും അവന് നല്ല മാർക്ക് കിട്ടി. അതുപോലെ തന്നെ പിന്നെ വെർബൽ ഇൻ്റർവ്യൂ അത് ഓൺലൈനിലായിരുന്നു. അപ്പോൾ ഞാൻ ലാപ്ടോപ്പിൽ ഇവനെ എപ്പോഴും ഞാനിങ്ങനെ ഉടമ്പടി തൈലം അങ്ങനെയൊക്കെ തേക്കുന്നത് ഈ പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല, എങ്കിലും അവൻ കാണാതെ ഞാൻ ലാപ്ടോപ്പിൽ ഉടമ്പടി തൈലം തേച്ചു. അതുപോലെ തന്നെ കൃപാസനത്തിൽ ഉപ്പ് ഇവൻ്റെ തലയിൽ വിതറി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ഇവർക്കൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ പ്രിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി. പക്ഷേ ഇവർ 1-2 ദിവസം ചെല്ലും, പിന്നെ ഇവർ മടിച്ചു പോകും. എങ്കിലും അവന് ന്യൂകാസിലിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ മെഡിസിന് അഡ്മിഷൻ കിട്ടി. ഇവന് ഗ്യാപ്പ് ഇയർ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇവൻ ഓൾട്ടർ സെർവറാണ്, യൂത്ത് റിട്രീറ്റിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കുചേരുന്നതാണ്. പള്ളി കാര്യങ്ങളിലൊക്കെ ഇവൻ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇവൻ ഈ അസുഖമുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ വളരെ കോൺഫിഡൻസോടെ ഇവന് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം ഇങ്ങനെയുള്ള അസുഖമുള്ള കുട്ടികളൊക്കെ വളരെ പുറകോട്ടായിരിക്കും, മനുഷ്യരുടെ മുമ്പിലെല്ലാം പ്രത്യക്ഷപ്പെടുവാനും ഒക്കെ. പക്ഷേ ഇവൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഇവൻ യൂത്തുകാർക്ക് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യും, ഇവാഞ്ചലിസ്റ്റാണ്. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ഇവന്
ഇവന് മെഡിസിന് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഇവന് ഗ്യാപ്പ് ഇയർ എടുക്കുക എന്ന് പറഞ്ഞതാണല്ലോ. അപ്പം ഇവൻ്റെ താല്പര്യം ഇവന് 1 വർഷം യൂത്തിൽ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നി അതൊരു ഒരു മാറ്ററല്ല. കാരണം ഇവന് യൂത്ത് മിനിസ്ട്രിയിൽ യൂത്തുകാർക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ വീക്കെൻഡ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ദിവസം ഇവന് ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് നീ സെമിനാരിയിൽ പൊക്കോ, നീ കൃപാസനത്തിൽ വന്ന് 6 മാസം നീ ശുശ്രൂഷ ചെയ്തു, അങ്ങനെ നിനക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അതൊന്നും ഇവന് വേണ്ട. അപ്പോൾ എനിക്ക് തോന്നി ഇതത്ര ശരിയായ കാര്യമല്ല, ഇവനൊരു എക്സ്ക്യൂസ് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവനോട് 2 വള്ളത്തിൽ കാല് വെക്കേണ്ട, ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഇവന് പിന്നെയും ഗ്യാപ്പ് ഇയർ, ഈ അഡ്മിഷൻ എല്ലാം കിട്ടിയിട്ടും ഇവന് ഗ്യാപ്പ് ഇയർ എടുക്കണം എന്ന് തന്നെയാണ് ഇവൻ പറയുന്നത്. ഒരു റീസണും ഇല്ലാതെ വളരെ ആൾക്കാർ ഈ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുമ്പോഴും ദൈവം തന്ന അനുഗ്രഹത്തിനെ 1 വർഷത്തേക്ക് മാറ്റിവെച്ച് ഇവന് ചെയ്യുവാനാണ് ഇവന് താല്പര്യം. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. എല്ലാവരും എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യിക്കരുതെന്ന്. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ റിസൾട്ട് വന്നു. അപ്പം ഇവൻ ഗ്യാപ്പ് ഇയറിന് അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനുള്ള മാർക്ക് ഇവന് കിട്ടിയില്ല. അപ്പം ഗ്യാപ്പ് ഇയർ കിട്ടാൻ സാധ്യത മീൻസ് അതിന് അപ്ലൈ ചെയ്യാത്ത യൂണിവേഴ്സിറ്റി ന്യൂ കാസിലിൽ ഇവൻ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഇവൻ തീരുമാനിച്ചു പിന്നെ വേറെ ഓപ്ഷൻസ് ഇല്ല, അപ്പോൾ ഈ വർഷം തന്നെ പോയി പഠിച്ചേക്കാം മെഡിസിന്. അങ്ങനെ പരിശുദ്ധ അമ്മ വളരെ ഭംഗിയായിട്ട് ഇവനെ ഗ്യാപ്പ് ഇയർ എടുക്കാതെ ഈ വർഷം തന്നെ സെപ്റ്റംബറിൽ ഇവൻ ജോയിൻ ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ 2022 തൊട്ട് ഈ ഉടമ്പടി ജീവിതം ആരംഭിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കാണുകയും അത് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അച്ഛൻ്റെ ഉടമ്പടി ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്തു. എൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊയറിലുള്ള ആളാണ്. എൻ്റെ കൂട്ടത്തിൽ കൊയറിലുള്ള സ്റ്റുഡൻസ് അവർക്ക് വിസ പ്രോബ്ലം, എക്സാം പാസ്സാകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ ഉടമ്പടി കാശുരൂപവും കൃപാസന പത്രവും എപ്പോഴും ഞാൻ 2 ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാൻ പോണത് അതിൻ്റെ വർത്തമാനം അവസാനിക്കുന്ന കൃപാസന മാതാവിനെക്കുറിച്ചും നിങ്ങൾ അവിടെ പോയി ഉടമ്പടി എടുക്കണം. വളരെയധികം അത്ഭുതങ്ങളാണ് അമ്മ ഞങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ഇമ്പോസിബിൾ മാറ്റേഴ്സ് ബിക്കം പോസിബിൾ ആക്കി തരുന്ന അമ്മയാണ് അവിടെ ഉള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒത്തിരി പേര് വന്ന് ഉടമ്പടി എടുക്കുകയും ഒത്തിരി പേർക്ക് ഞാൻ ഉടമ്പടി വസ്തുക്കളും തിരിയും നേർച്ച വസ്തുക്കളും എല്ലാം കൊടുത്ത് കൊടുത്തവർക്കെല്ലാവർക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു നേഴ്സാണ്. എൻ്റെ ICUവിൽ ഒരു പേഷ്യൻ്റ് ക്രിട്ടിക്കലായിട്ട് ആക്സിഡൻ്റ് ആയിട്ട് വന്ന് കിടന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 2024 ഞാൻ ഒക്ടോബർ 5-ാം തീയതി ആ പേഷ്യൻ്റ് ICUവിൽ സെപ്സിസ് ആയിട്ട് ക്രിട്ടിക്കലായിട്ട് കിടക്കുവാണ്. ഒരു മലയാളി പേഷ്യൻ്റാണ്, രഞ്ജു എന്നാണ് അവളുടെ പേര്. അപ്പോൾ ഞാൻ അതിൻ്റെ ഹസ്ബൻഡിനോട് ചെന്ന് ചോദിച്ചു, ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്, ഞാൻ ആ കൊച്ചിന് ഇച്ചിരി തൈലം തരട്ടി കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയില്ല. ഞാൻ പോയി അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 6-ാം തീയതി ഇങ്ങോട്ട് പോന്നു. 7-ാം തീയതി ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് ഞാൻ ഇവിടെയാണ് വന്നത്. ഞാൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ എനിക്ക് അവരുടെ ഫോട്ടോയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർ സിസ്റ്ററിനോട് കാര്യം പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നീ ആ പരിശുദ്ധ അമ്മയോട് ഡയറക്റ്റ് പറഞ്ഞാൽ മതി, നീ തൈലമൊക്കെ അപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ടല്ലേ വന്നത്, അപ്പോൾ നീ നേരിട്ട് പറഞ്ഞാൽ മതി. ഞാൻ അമ്മയോട് അതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ അമ്മേനെ കാണിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ UK തിരിച്ചു തന്നപ്പോഴാണ് ആ മോൾക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടി. 1 by 1 ആയിട്ട് അത് റിക്കവറായി ഇപ്പോൾ ബാക്ക് ടു ഡ്യൂട്ടിയാണ്. അവർ നാട്ടിൽ വരുമ്പോൾ സാക്ഷ്യം പറഞ്ഞോളൂ. അവരുടെ ഫാമിലി ഉടമ്പടി എടുത്തതാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് 7-ാം തീയതി എയിൽസ്ഫോർഡിൽ വെച്ച് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എനിക്ക് ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഞങ്ങൾ ലീവ് ബുക്ക് ചെയ്തു, അക്കോമഡേഷൻ എല്ലാം എടുത്തു, ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ ഞാൻ തീർത്ഥാടന ഉടമ്പടി 2022 ഒക്ടോബർ 17-നാണ് ആദ്യം എടുത്തത്. പിന്നെ ഞാൻ എവറി ഇയർ ഞാൻ വന്ന് അത് ഒക്ടോബറിൽ തന്നെ പുതുക്കുമായിരുന്നു. ഞാൻ 3 പ്രാവശ്യം ജപമാല റാലിയിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഈ 2025-ലെ റാലിയിലും എനിക്ക് പങ്കുചേരാനുള്ള അവസരം മാതാവ് ഒരുക്കി തന്നു. അപ്പോൾ ഞാൻ എയിൽസ്ഫോർഡിൽ അവിടെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേർന്നപ്പോൾ ഞാൻ ഓർത്തു, ഞാനിപ്പോൾ പുതുക്കുന്നില്ല, എന്താണേലും ഞാൻ ഈ ഒക്ടോബറിൽ നാട്ടിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, അവൾക്ക് വിസയ്ക്ക് തടസ്സമാണ്, ജോലി നഷ്ടം
നഷ്ടപ്പെട്ടു, കേസുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മമ്മിക്കാണേലും ഒരു ലാമിനെക്ടമി സർജറി 3 months ബിഫോർ നടത്തിയതാണ്. മമ്മിയും ഉടമ്പടി എടുത്ത ആളാണ്. 75 വയസ്സുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മൂത്ത മോന് വേണ്ടിയാണ് മമ്മി ഉടമ്പടി എടുത്തത് 3 വർഷം മുമ്പ്. ഞാൻ മമ്മീനെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. കാരണം മമ്മി ഒരു മരിയൻ ഭക്തിയാണ്, ലീജിയൻ ഓഫ് മേരിയിലെ ആക്റ്റീവ് മെമ്പറാണ്, സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ മമ്മിയുടെ കാരുണ്യ പ്രവൃത്തി, അവർ രോഗികളെ സന്ദർശിക്കുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ മമ്മീനെ സഹായിക്കാൻ വരുന്ന ഒരു മോനുണ്ട്, അത് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലമാണ്. അപ്പോൾ ആ മോന് ഞങ്ങളുടെ വീട്ടിലാണ് എപ്പോഴും. ആ മോനെയും കൂട്ടിയാണ് ആ സ്ത്രീ, 28 വയസ്സുണ്ട്. അപ്പം മമ്മിയാണ് ആ മോന് സമയാസമയങ്ങൾ എപ്പോഴും വേണം, ചേച്ചി എനിക്ക് ഫുഡ് വേണം, എനിക്ക് കാപ്പി വേണം, ചായ വേണം. ചിലപ്പോൾ വയലൻ്റ് ആകും, ചിലപ്പോൾ മമ്മീനെ ദേഷ്യപ്പെടും. എങ്കിലും മമ്മി എല്ലാം സഹിച്ച് ആ കൊച്ചിന് എല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പം മമ്മി എന്തുകൊണ്ടും ഉടമ്പടി എടുക്കാൻ യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മമ്മിയോട് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തോളാൻ. ഇപ്പം മമ്മി പുതുക്കുന്നില്ല, കാരണം ഇപ്പം മമ്മിക്ക് പറ്റത്തില്ല. അപ്പം മമ്മിക്ക് അന്ന് ഉടമ്പടി കാശുരൂപം കിട്ടിയായിരുന്നു. മമ്മി അപ്പോൾ സർജറിക്ക് പോയപ്പോൾ ഉടമ്പടി കാശുരൂപവും കൈ പിടിച്ചുകൊണ്ടാണ് മമ്മി പോയത്. സർജറി വളരെ സക്സസ് ആയിരുന്നു. പിറ്റേ ദിവസം അവരെ നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ മമ്മി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് ഭയങ്കര ഷൂട്ടിംഗ് പെയിനാണ്, ഹിപ്പിൽ നിന്ന് ലെഗിലേക്ക് റേഡിയേറ്റ് ചെയ്യുകയാണ്, ഇരിക്കാനും മേല കിടക്കാനും മേല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എൻ്റെ അനിയത്തിയാണ് മമ്മിനെ നോക്കുന്നത്, അവൾക്കും ആകെ ഒരു ഡിപ്രഷനായിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, പെയിൻ കില്ലർ എടുത്തിട്ടും ഒരു മാറ്റവും ഇല്ല. അപ്പോഴാണ് ഞാൻ ഈ എയിൽസ്ഫോർഡ് ധ്യാനത്തിൽ ചെന്ന്, അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു ഉടമ്പടി പുതുക്കണം, ഈ നിയോഗം വെക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ ഉടമ്പടി പുതുക്കി നിയോഗം വെച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ്റെ തൈലം പൂശിയുള്ള ബ്ലെസ്സിങ് കിട്ടി. ഞാൻ വിജയകുമാർ സാറിനോട് എൻ്റെ ഉടമ്പടി പത്രിക കാണിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം 2 ദിവസം ധ്യാനമാണ്, പിറ്റേ ദിവസമാണ് ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അക്കോമഡേഷനിലേക്ക് പോന്നു. അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് ഇംഗ്ലീഷിൻ്റെ ഉടമ്പടി പത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു ലണ്ടൻ കാണാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം എനിക്ക് ഈ ഉടമ്പടി പത്രങ്ങൾ വിതരണം ചെയ്യാമല്ലോ, കൃപാസന പത്രങ്ങൾ വിതരണം ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി കൃപാസന പത്രം കയ്യിലെടുത്തു. ഞാൻ ബാഗിലൊന്നും ഇട്ടില്ല. ഞങ്ങൾ ട്രെയിനാണ് പോയത്. അപ്പോൾ ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിൽ ആൾക്കാർ ഇങ്ങനെ പാഞ്ഞ് പോകുകയാണ്. ഞാൻ ഈ കൃപാസന പത്രം കയ്യിലെടുത്ത് എല്ലാവർക്കും നീട്ടുകയാണ്. എല്ലാവരും എന്നോട് പറയുവാണ് ഐ ഡോണ്ട് ഹാവ് ടൈം ടു റീഡ് എന്ന് പറയുവാണ്. എങ്കിലും ഞാൻ വകവച്ചില്ല. എനിക്കതൊരു ആഹ്ലാദവും ആനന്ദവുമായി, ഒരു ഹരമായി. ഞാൻ അങ്ങനെ പത്രം റെഫ്യൂസ് ചെയ്താലും ഞാൻ കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പിള്ളേരും ഒക്കെ എന്നെ കളിയാക്കി, പത്രം അകത്ത് ബാഗിൽ വെക്കുക, ഇവിടെ അത്ര സേഫ് അല്ല. എനിക്കതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. പ്ലീസ് ഞാനിത് കയ്യിലെങ്കിലും പിടിച്ചോട്ടെ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ മുഴുവനും പത്രം അന്ന് കൊടുത്ത് തീർക്കാൻ പറ്റിയില്ലേലും ഞാൻ പിറ്റേ ദിവസം വേറൊരു സ്ഥലത്ത് ഞങ്ങൾ കുർബാന മുറക്കാറില്ല. ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നതെങ്കിലും രാവിലെ എവിടെയെങ്കിലും കുർബാനയ്ക്ക് പോകും. അതനുസരിച്ചാണ് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. എപ്പോഴാണ് കുർബാന അതനുസരിച്ച് നമുക്കത് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ കുർബാനയ്ക്ക് പോയപ്പം അവിടെ ആ പള്ളിയിൽ അറിയാത്ത ആൾക്കാർക്കെല്ലാം ഞാൻ ആ കൃപാസന പത്രം കൊടുത്ത് വിതരണം ചെയ്തു. അപ്പം പിറ്റേ ദിവസം ഞാൻ മമ്മീനെ വിളിച്ചപ്പോൾ മമ്മി പറയുകയാണ് ആ വേദന കംപ്ലീറ്റ് പോയി. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ മമ്മിക്ക് ആ വേദന വന്നിട്ടില്ല. അത് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് കേസും ജയിച്ചു. ഇനി അവൾക്ക് ജോലിയും കിട്ടണം. അവൾ വിസ ശരിയാകുമ്പോൾ അവൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് കാറ്ററിംഗ് ആണ്. എൻ്റെ ഹസ്ബൻഡ് 2000 പേർക്ക് ഒരു കാറ്ററിംഗ് ചെയ്തു. അപ്പോൾ അത് കഴിച്ച ഒരു 100ഓളം പേർക്ക് ഒരു ഫുഡിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായി, ലൂസ് മോഷൻ ഉണ്ടായി. അത് വളരെ വലിയ പ്രശ്നമാകുന്ന കാര്യമാണ്. എനിക്ക് കാരണം ആ ഫുഡ് പലർക്കും കൊടുത്തതാണ്. ബിഷപ്പ്, വേറെ പിതാക്കന്മാർ, വൈദികർ, സന്യസ്തരൊക്കെ കഴിച്ചതാണ്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഏതോ ഒരു കണ്ടെയ്നറിലാണ് ഫുഡ് പോയ്സൺ വന്നിരിക്കുന്നത്. അത് UK-യിലല്ലേ, വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാകും അത് എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചാൽ. അപ്പോൾ അതൊരു ട്യൂസ്ഡേ ആണ്. ഞാൻ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇതിൽ ഫുഡ് പോയ്സൺ വന്ന് അതിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു.
അപ്പോഴാണ് സൗഖ്യ ശുശ്രൂഷയിൽ ജോസഫച്ചൻ പറയുന്നത്, വിഷമുള്ളിച്ചെന്ന് അങ്ങനെ പ്രോബ്ലമായിരിക്കുന്നവരെ തിരുരക്തം കൊണ്ട് ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അത് എനിക്ക് ഉറപ്പായിരുന്നു ഈ പ്രശ്നം ഈശോ പരിഹരിക്കുന്നതാണെന്ന്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ. കാരണം ഇവർ ചുരുക്കി പറയണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇനിയും ധാരാളം ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളുണ്ട്, അതിനെല്ലാം നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, കൃപാസന പത്രം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ 40 കെട്ടാണ് വാങ്ങിച്ചത്. കൃപാസനത്തിലെ ശുശ്രൂഷകർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയെന്ന് തോന്നുന്നു. അവരെനിക്കൊരു ചാക്കിലാണ് തന്നത്. ഇവിടെ തൊട്ട് കൊടുത്തു തുടങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ എനിക്കൊരു പേടിയും തോന്നിയില്ല. ഞാൻ അരൂര് പള്ളിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇതാണ്ട് 3 കെട്ടും കൂടി ഇരിക്കുന്നു. ഞാൻ അതും കൂടി എടുത്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ പറഞ്ഞു, അത് പള്ളിയിൽ വെക്കാനുള്ളതല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ജോസഫ് അച്ഛൻ പറഞ്ഞിരിക്കുന്ന അങ്ങനെ പത്രം പള്ളിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ളതല്ല. ഞാൻ ഇത്രയും പത്രം വാങ്ങിച്ചാലും പ്രശ്നമില്ല, ഇത് വിതരണം ചെയ്യും. കാരണം ഞാൻ ബാംഗ്ലൂർ പോകുന്നതുകൊണ്ട് കന്നഡ പത്രം, ഇംഗ്ലീഷ് പത്രം, തമിഴ് പത്രം, അതുപോലെ തന്നെ കൊങ്ങിണി പത്രം, ഈ പത്രങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ച റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ ശിവാജി നഗർ സെൻറ്റ് മേരീസ് ദേവാലയത്തിലും അതുപോലെ എന്നെ കാണുന്നവർക്കെല്ലാം എൻ്റെ കമ്പാർട്ട്മെൻറ്റിലും എല്ലാം കൊടുത്തു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഞാൻ ഒക്ടോബർ 7 ഞാൻ ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ തന്നെയാണ് വന്നത്. മക്കളും ഹസ്ബൻഡും ഒക്കെ ഈ 26 വന്നത്. കാരണം എനിക്ക് ഇച്ചിരി കൂടുതൽ ലീവ് കിട്ടിയതുകൊണ്ട്. അപ്പോൾ ഒക്ടോബർ 5 ഇവിടെ എത്തി. 7 ഞാൻ ഇവിടെ വന്ന് എനിക്ക് വിശുദ്ധ കുർബാന കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഇവിടുത്തെ. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കൂട്ടത്തിലാണ് വന്നത്. ഞങ്ങൾ ആ എൻട്രൻസിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. അപ്പം ഞാൻ ഓർത്തു, നേരത്തെ വന്നതുകൊണ്ടായിരിക്കും കൃപാസനത്തിൽ ആരെങ്കിലും മുല്ലപ്പൂവിൻ്റെ സ്പ്രേ അടിച്ചതായിരിക്കുമെന്ന്. ഇത് ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ്. ഞങ്ങളിങ്ങ് നടന്നു വന്നു, അവിടെ കൗണ്ടറിലെല്ലാം ചെന്നു, അവിടെയും സ്മെല്ല്. കൃപാസന പത്രം വാങ്ങിക്കുന്ന അവിടെ ചെന്നു, അവിടെ സ്മെല്ല്. കുർബാനയുടെ സമയത്ത് സ്മെല്ല്, അതുപോലെ തന്നെ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ ഡെറ്റോളിൻ്റെ സ്മെല്ല്. ഇതെല്ലാം പല നല്ല സ്മെല്ലുകൾ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ കുർബാന വളരെ എന്നാ പറയുന്ന ആഗ്രഹത്തോടെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കാരണം അന്നൊരു പ്രത്യേകതയുണ്ട്. ഒക്ടോബർ 7 എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണ്. ജവമാല രാജ്ഞിയുടെ തിരുനാളും കൂടിയായിരുന്നു. അപ്പുവച്ചൻ്റെ ബർത്ത്ഡേ അന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അന്ന് പറഞ്ഞത്, അന്നത്തെ ഒരു വചനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. മംഗളവാർത്തയുടെ ദൈവവചനമാണ് അന്ന് അച്ഛൻ വായിച്ചതും. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ അനുഗ്രഹമായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 3 മണിക്കൂർ ഉണ്ടായിരുന്നു. എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല. കാരണം നവംബർ 7 ആകുമ്പോഴേ എനിക്ക് 3 മാസമാകുള്ളൂ. അവർ പറഞ്ഞു എന്നോട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. ഞാൻ കുറച്ച് നേർച്ച വസ്തുക്കളുമൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അങ്കമാലിലാണ്. ഞാൻ പാലായിലേക്ക് എന്നെ കൊണ്ടുപോയി വിടുവാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തങ്കിപ്പള്ളിയിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തങ്കിപ്പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് വഴിയാണ് പോയത്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾക്ക് വഴി അറിയില്ല. അപ്പോൾ ഡ്രൈവർ പലരോടും ചോദിച്ചെങ്കിലും ഞങ്ങൾ ബാക്ക് ഫോർവേഡ് നടന്നെങ്കിലും ഞങ്ങൾക്ക് വഴി കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ സ്ലോ ആയിട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടി ചരിഞ്ഞ് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ആക്സിഡൻറ്റ് സംഭവിക്കാൻ പോവുകയാണെന്ന്. ഡ്രൈവറും വെപ്രാളപ്പെടുന്നു, സ്റ്റിയറിങ് കയ്യിൽ നിന്ന് കൺട്രോൾ ഇല്ലാതെ പോണു. അപ്പോൾ എനിക്ക് പക്ഷേ ഒരു പേടിയും തോന്നിയില്ല. കാരണം കൃപാസന പത്രം 7 കെട്ട് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ പോണത്. കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. അമ്മയുടെ അടുത്ത് സാന്നിധ്യം അമ്മ എനിക്ക് അറിയിച്ചതാണ്. എനിക്കൊന്നും പേടി തോന്നിയില്ല. ഞാൻ ഒരു 3 മിനിറ്റ് ഞാനിങ്ങനെ കൂളായിട്ടിരുന്നു. എന്താണേലും പരിശുദ്ധ അമ്മ തന്നെ ആ സ്റ്റിയറിങ് കൺട്രോൾ ചെയ്ത് വണ്ടീനെ ഒരു കപ്പത്തോട്ടത്തിൻ്റെ സൈഡിലേക്ക് ചരിച്ച് ആ മണ്ണിൽ താഴ്ത്തി അങ്ങനെ നിർത്തി. അപ്പോൾ ഞാൻ ആ വണ്ടിയിലിരുന്നു. നല്ല ചൂടാണ്. എല്ലാവരും ആൾക്കാരൊക്കെ വന്നു. മെക്കാനിക്കിനെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും ഞാൻ ആ ചരിഞ്ഞ വണ്ടിയിലിരുന്ന് ഉടമ്പടി ധ്യാനം 11:30 ആയല്ലോ, ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞാൻ ഉടമ്പടി ധ്യാനം എല്ലാം കൂടി ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എന്തിനാ ഈ ചൂടത്തിൻ്റെ അകത്തിരിക്കുന്ന, പുറത്തിറങ്ങി ഓട്ടോയിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഓട്ടോയിൽ ഇരുന്ന് ഞാൻ ഉടമ്പടി ധ്യാനം കണ്ടു. അപ്പോഴാണ് ഒരു മുല്ല നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു മുല്ലപ്പൂ പറിച്ച് നോക്കി. ഞാൻ UK ആയതുകൊണ്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമൊന്നും ഒരിക്കലും കേട്ടത്തില്ല. അപ്പോൾ ഞാൻ പറിച്ചു നോക്കിയപ്പോൾ അതേ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല്. അങ്ങനെ അമ്മ എനിക്ക് ഇതാണ് മുല്ലപ്പൂ ആണെന്ന് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു അമ്മ. പിന്നെ ഞാൻ വീട്ടിൽ പുതിയൊരു ടാക്സി വിളിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും
ഒത്തിരി നന്ദി ഞങ്ങളെ സംരക്ഷിച്ചതിന്. കാരണം അത് മെയിൻ റോഡിൽ കൂടിയാണ് ഞങ്ങൾ ഡയറക്റ്റ് പോയിരുന്നെങ്കിൽ ഞങ്ങൾ ആ വണ്ടി എവിടെയെങ്കിലും ഇടിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നാണ് പരിശുദ്ധ അമ്മ തിരുക്കുമാരൻ വഴി ഞങ്ങളെ രക്ഷിച്ചത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എവറി ഫ്രൈഡേ, ഫസ്റ്റ് ഫ്രൈഡേ ഞങ്ങൾ UK 8 കിലോമീറ്റർ ജവമാല റാലി പ്രസിഡൻ്റെ മധ്യത്തിൽ കൂടെ ഞങ്ങൾ 2-3 ഫ്രണ്ട്സുണ്ട് ചെല്ലി പോകാറുണ്ട്. പോരുന്നതിൻ്റെ തലേ ദിവസവും ഭയങ്കര കാറ്റും മഴയായിരുന്നു. ഞാൻ മുടക്കിയില്ല, ഞാൻ പോയി കൂടിയിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഇവിടത്തെ ജവമാല റാലി കൂടാനും പരിശുദ്ധ അമ്മ വളരെയധികം ക്രമീകരിച്ചു തന്നു. കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത് എൻ്റെ മുമ്പിൽ അർഹതപ്പെട്ട ആര് വന്നാലും ഞാനും ഹസ്ബൻഡും നിരാശരാക്കാറില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞ ഹസ്ബൻഡും കാണുന്നവർക്കൊക്കെ സാമ്പത്തിക സഹായവും വേണ്ട സഹായം ഫുഡായിട്ടും, അതുപോലെ തന്നെ അവിടെ ഫുഡ് ബാഗ് ഉണ്ട്. ഹോംലെസ് പീപ്പിളിന് ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അഗതി മന്ദിരത്തിൽ ഞങ്ങൾ ആകാശപ്പറവയിൽ പോയി സന്ദർശിച്ചു. അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ആവശ്യമായ എല്ലാവർക്കും എന്നോടൊരാവശ്യം പറഞ്ഞ് ഞാൻ ആദ്യം പറയുന്ന കൃപാസന മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്നതാണ്. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നേ ദിവസം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എങ്കിലും എല്ലാം ക്രമീകരിച്ച് തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ഇംഗ്ലീഷാണ് ഞാൻ പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ്സ് ഓക്കെ. ഓൾ പ്രൈസ് ആൻഡ് ഓൾ ഗ്ലോറി ടു ഗോഡ്. താങ്ക് യു. ആമേൻ. എനിക്ക് സർജറി ചെയ്തു കഴിഞ്ഞ് ഭയങ്കരമായ ശരീരവേദന ഉണ്ടായിരുന്നു. എന്ത് ചെയ്തിട്ടും കിടന്നിട്ടും നടന്നിട്ടും ഒന്നും കുറവില്ലായിരുന്നു. അപ്പം മോളിങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ഇത് എനിക്ക് സാക്ഷ്യം പറയുന്നിടത്ത് തന്നെ തലയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എനിക്കത് പൂർണ്ണമായിട്ടും സൗഖ്യമായി. വേദന സൗഖ്യപ്പെട്ടു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. Thanks to Jesus.